നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലെത്തുകയാണ്. എത്തുമ്പോൾ പ്രധാന വിഷയം കരുവന്നൂർ ആകുമോ? 15-ന് ഇരിങ്ങാലക്കുടയിൽ നിന്നും കരുവന്നൂരിലേക്കാകുമോ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ? ഇനി അങ്ങോട്ട് കരുവന്നൂർ BJP പ്രചാരണ വിഷയമാക്കിയാൽ അത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ പ്രതിഫലിക്കും? CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവിനെയും ED വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു. ആദായ നികുതി വകുപ്പ് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് CPM. എല്ലാ കണക്കുകളും സുതാര്യമാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ച് ആണയിടുമ്പോൾ അത് കുറഞ്ഞത് മുഴുവൻ പാർട്ടി അനുകൂലികളെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. CPMന് മറയ്ക്കാൻ എന്തുണ്ട്? അതോ ഇടതുപക്ഷം ആരോപിക്കുന്നത് പോലെ ED നീക്കം മുഴുവൻ ഒരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടിനുള്ള കളമൊരുക്കാൻ വേണ്ടി മാത്രമാണോ? കരുവന്നൂരാണോ പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ അടുത്ത ആയുധം? കരുവന്നൂരിൽ എത്തുമോ നരേന്ദ്രമോദി? ഈ ചർച്ചയിൽ എന്നോടൊപ്പം ചേരുന്നു ഇടതു നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ്, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ N ശ്രീകുമാർ, BJP നേതാവ് ഉല്ലാസ് ബാബു, ഒപ്പം KV അബ്ദുൽ ഖാദർ MLAയും അനിൽ അക്കരെയും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ റെജി ലൂക്കോസിലേക്ക്. ശ്രീ റെജി ലൂക്കോസ്, ഒരുപക്ഷെ രാജ്യമെമ്പാടും നടക്കുന്ന ED റെയ്ഡുകളെ സംബന്ധിച്ച് CPMന് ഒരു നയമുണ്ട്. അത് BJPയുടെ രാഷ്ട്രീയ വേട്ടയാടലാണ്, അതിൻ്റെ ഭാഗമാണ് എന്നൊക്കെ ആരോപിച്ച് തള്ളാം. പക്ഷേ കരുവന്നൂരിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ വീണ്ടും ED ഈ നേതാക്കളെ, CPM നേതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. ആദായ നികുതി വകുപ്പ് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു. CPMന് എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട് എന്ന സൂചനകൾ നൽകാനുള്ള ഒരു നീക്കമായാണോ അതിനെ കാണേണ്ടത്? അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അതിലുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ടോ? അല്ല, EDയുടെ നോട്ടീസും EDയുടെ ചോദ്യം ചെയ്യലിനൊക്കെ യാതൊരു പുതുമയില്ല. കാരണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പായിട്ട് 5ഓളം ഏജൻസികൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ തകർക്കാനായിട്ട് കേരളത്തിൽ വട്ടം ചുറ്റു. സ്വർണ്ണക്കടത്തുനിന്നും ഖുറാനിൽ സ്വർണം കടത്തിയെന്നും പിന്നെ ഈന്തപ്പന കുരുവിൽ സ്വർണം കടത്തിയെന്നൊക്കെ പറഞ്ഞ വിചിത്രമായ വാദങ്ങളുമായിട്ട് കസ്റ്റംസിന്റെ അധീനതയുള്ള പിന്നെ എയർപോർട്ടിൽ നിന്നും കടത്തിയെന്നൊക്കെ പറഞ്ഞായിരുന്നു ഇവിടെ വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷേ അതിനെയൊന്നും യാതൊരു ഒരു ശതമാനം പോലും ജനങ്ങളെ വിശ്വസിക്കാതെ കൂടുതൽ പിന്നെ MLAമാരെ നൽകിക്കൊണ്ട് കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷം രണ്ടാമതും തുടർച്ചയായി അധികാരത്തിൽ വന്നു. അതിനുശേഷം കോടതികളിൽ സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ കോടതി തന്നെ 3 പ്രാവശ്യം ശാസനാപൂർവ്വം ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ട്? ഈ EDയോട് ചോദിച്ചു, കസ്റ്റംസിനോട് ചോദിച്ചു, NIA കേസ് ഇട്ടേച്ചു പോയി. പിന്നെ അപ്പൊ അവര് യാതൊരു തെളിവില്ലാണ്ട് ആ കേസ് മരവിച്ചൊരവസ്ഥയില്ല. ഇപ്പോഴിതാ വീണ്ടും വന്നിരിക്കുന്നു കരുവന്നൂർ എന്ന് പറഞ്ഞോളൂ. കരുവന്നൂർ കേസ് വെളിയിൽ വന്നിട്ട് ഇപ്പോഴല്ല, അതിനേതാണ്ട് 1-2 വർഷത്തെ പഴക്കമുണ്ട് ആ കേസിന്. കേരളത്തിൽ ഏതാണ്ട് 170ഓളം കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ക്രമക്കേട് കണ്ടുപിടിച്ചതായിട്ടുണ്ട് ഇതുവരെ. ഏതാണ്ട് 20-22 ബാങ്കുകളിൽ മാത്രമേ ഉള്ളൂ CPM ഭരിക്കുന്നവിടുത്തെ ക്രമക്കേട്. യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ? 13,000 പേജുള്ള വലിയ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. 55 പ്രതികൾ, 50 വ്യക്തികൾ, 5 കമ്പനികൾ, 6 സ്റ്റീൽ പെട്ടികളിലാണ് കുറ്റപത്രം കൊണ്ടുവന്നത്. 343 രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് വെളിപ്പെടുത്തൽ. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് മറ്റ് ഈ സ്വർണ്ണക്കടത്ത് പോലെയല്ല, ഇവിടെ ഒരു കാര്യമുണ്ട്. പണം നഷ്ടമായ ആളുകളുണ്ട്, ബാങ്ക് ജപ്തി വന്നപ്പോൾ ആത്മഹത്യ ചെയ്തവരുണ്ട്, അതേപോലെ സുഖമില്ലാതെ മരിച്ച, ചികിത്സാ പണമില്ലാതെ മരിച്ചയാളുണ്ട്. ഇതൊക്കെ നമുക്ക് മുന്നിലുള്ള കാര്യങ്ങളല്ലേ? അങ്ങനെ അങ്ങ് പറഞ്ഞു പോകാൻ കഴിയുമോ ഈ സംഭവത്തെ? അല്ല, ഞാനത് പൂർത്തീകരിക്കട്ടെ. ഞാൻ അതിലേക്ക് തന്നെ വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. കാരണം അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. കരുവന്നൂർ ബാങ്കിൽ ഉൾപ്പെടെയുള്ള പല ബാങ്കുകളിലെ പോലെ തന്നെ കരുവന്നൂരിൽ നിന്ന് ക്രമക്കേട് കണ്ടുപിടിച്ചു. അതിൽ 105 കോടി രൂപ ഇതുവരെ അവിടുത്തെ നിക്ഷേപകർക്ക് തിരിച്ചു കൊടുത്തു. അതില് പിന്നെ സംസ്ഥാന കേരള ബാങ്കിന്റെ ആസ്തി ഫണ്ടിൽ നിന്നും പണമെടുത്ത് ആ 105 കോടിയോളം രൂപ അവിടുത്തെ നിക്ഷേപകർക്ക് തിരികെ നൽകി. എന്നാൽ പുൽപ്പള്ളി ബാങ്ക് കോൺഗ്രസ് ഭരിക്കുന്ന അതിന്റെ പ്രസിഡന്റിനെ ജയിലിലിട്ടിരിക്കുക. അത് KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. കോടാനുകോടികൾ, ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തു, അയാളുടെ 60,000 രൂപ എടുത്ത ആ മനുഷ്യന്റെ പേരിൽ ഈ ബാങ്ക് പ്രസിഡന്റ് കോടികളുടെ പണം തട്ടിയെടുത്തു കോപ്പറേറ്റീവ് ബാങ്കിൽ. അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. അതെല്ലാം ഇവിടെ നിൽക്കട്ടെ, അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്.
അതിനെയൊന്നും തർക്കിച്ചിട്ടോ അതിനെയൊന്നും ന്യായീകരിച്ചൊന്നും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ അന്വേഷണമാണല്ലോ. ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ ഘടകത്തിന്റെ ഏതാണ്ട് 6 കോടിയോളം രൂപ മരവിപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ 285 കോടി രൂപ പ്രവർത്തന ഫണ്ടിൽ 1 രൂപ വണ്ടിക്കൂലിക്ക് പോലും മിച്ചം പിടിക്കാൻ കഴിയാത്ത അവരുടെ അക്കൗണ്ടുകളെല്ലാം ഈ ഇ.ഡി. മരവിപ്പിച്ചു. അങ്ങനെ പ്രതിപക്ഷ കക്ഷികളെ മൊത്തം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പോലും പങ്കാളികളാകാൻ അനുവദിക്കാതെ കണ്ട് ഒരു ഏകാധിപത്യമുള്ള രാജ്യത്ത് പോലും നടക്കാത്ത രീതിയിലുള്ള ജനാധിപത്യ ഹത്യകൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ലോകത്തെ ജനാധിപത്യത്തിന് ഏറ്റവും ഔഡാദാരണമായ മനോഹരമായ ജനാധിപത്യത്തിൽ 1-ാം സ്ഥാനത്തുള്ള ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഊരാക്കുടുക്കിലും സാമ്പത്തിക വിരോധത്തിലും ഇ.ഡി. റെയ്ഡിലൂടെ കൂടെ മുന്നേറുമ്പോൾ കരുവന്നൂർ ബാങ്കിന്റെ പേരും പറഞ്ഞുകൊണ്ട് CPM നേതാക്കന്മാരെ ഇ.ഡി. ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതിലൊന്നും യാതൊരു കാര്യവുമില്ല. അതൊക്കെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള നാടകങ്ങളാണ്. ഇ.ഡി. തന്നെ ഈ രാജ്യത്തിനൊരു ബാധ്യതയായി മാറിയിരിക്കുന്നു, ഒരു കൗതുക ജീവിയായിട്ട് മാറിയിരിക്കുന്നു. ഭരണകക്ഷിയുടെ ഒരു ഗുണ്ടാ ശൈലിയിലുള്ള പിടിച്ചുപറിക്കാരുടെ ഒരു സംഘമായിട്ട് ഈ ബ്ലേഡ് കമ്പനിക്കാരൊക്കെ പിടിച്ചുപറിക്ക് വിടുന്ന പോലെ തന്നെ പിടിച്ചുപറിക്കാനായിട്ട് വിടുകയാണ്. ഒരു ഉദാഹരണം പറയാം, അതുകൂടെ പറയാനുള്ള അവസരം തരണം. കേജ്രിവാൾ എന്ന് പറയുന്ന ഡൽഹിയുടെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ദീർഘനാളത്തെ അതായത് 10ഓളം ദിവസത്തെ ഇ.ഡിയുടെ കസ്റ്റഡിയിൽ നിന്ന് അദ്ദേഹത്തിനെ തീഹാർ ജയിലിലേക്ക് വിട്ടിരിക്കുക. എന്താണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള തെളിവെന്നുള്ളവരും ഇതുവരെ ആർക്കും അല്ലെങ്കിൽ കോടതിയിൽ പോലും അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഹൈദരാബാദ് ആസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഉടമ 2 തവണ അയാളെ പണം കൊടുത്തു എന്നുള്ള ആരോപണത്തിന്റെ പേരിൽ അയാളെ ചോദ്യം ചെയ്തിട്ടും അയാൾ കേജ്രിവാളിന്റെ പേര് പറഞ്ഞില്ല. 3ാമത്തെ തവണ അയാളെ അറസ്റ്റ് ചെയ്ത് അയാളുടെ പേരിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച് അയാളെ ജയിലിലിട്ടപ്പോൾ ആദ്യം 5 കോടി രൂപ കൊടുത്തു, അയാളെ ഒഴിവാക്കി. വീണ്ടും ഇ.ഡി. റെയ്ഡ് ചെയ്ത് ഭീഷണിപ്പെടുത്തി പൈസ തരൂ, അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും നിങ്ങളുടെ പേരിൽ കുറ്റപത്രം സമർപ്പിച്ച് നിങ്ങളെ പ്രതിയാക്കി ആയുഷ്കാലം ജയിലിലിടുന്നു പറഞ്ഞപ്പോൾ വീണ്ടും 45 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിലൂടെ അയാൾ നൽകി. അയാളിപ്പോ കുറ്റമുക്തനായി അയാളെ മാപ്പ് സാക്ഷിയാക്കിയിരിക്കുന്നു. അയാളോട് പറഞ്ഞ ഡിമാൻഡ് എത്രയോട് താങ്കൾ 3ാം വട്ടം ചോദ്യം ചെയ്തപ്പോൾ ഇപ്പൊ കേജ്രിവാളിന്റെ പേര് പറയാൻ പറഞ്ഞു. ജീവൻ രക്ഷപ്പെടാൻ ജയിൽവാസം എന്ന് പറയുന്ന ദുസ്സഹ ജീവിതത്തിന് പാടില്ല എന്ന് മാനസികാവസ്ഥ അയാൾ 50 കോടി രൂപ കൊടുത്തിട്ട് 45+5 കൊടുത്തിട്ട് അയാള് ജയിലിൽ നിന്നും മോചിതനായി. ഇപ്പോൾ അയാൾ മാപ്പസാക്ഷിയാണ്. സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി 2 തവണ വന്നിട്ടുണ്ട്. മാപ്പസാക്ഷികൾ പറയുന്ന സാക്ഷിമൊഴികൾക്ക് യാതൊരു വാല്യൂ ഇല്ലെന്ന്. അങ്ങനെ ഭീഷണിപ്പെടുത്തി തടവറയിലേക്ക് പോകുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് പറഞ്ഞ കേജ്രിവാൾ എന്ന് പറഞ്ഞ ഒറ്റ വാക്കിനെ പിടിച്ചുകൊണ്ടാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പുള്ള 7 ഏക്കർ ഇത് പറഞ്ഞ പൂർത്തിരിക്കട്ടെ, ലെറ്റ് മീ കണ്ടിന്യൂ മൈ വേർഡ്സ്. 20 വർഷം മുമ്പുള്ള ഒരു ചെറിയ ഭൂമി ഇടപാടിന്റെ പേരിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ജയിലിലിട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ മനു മനസ്സിലാക്കേണ്ട വസ്തുത പറയാം. അമേരിക്ക, UK അടക്കമുള്ള ഏതാണ്ട് 48ഓളം സ്ഥലങ്ങളിൽ അവിടുത്തെ ചത്തുരങ്ങളിൽ ഇന്ന് ലോകവ്യാപകമായിട്ട് തന്നെ ഉപവാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങളിലെ ജനകീയ സംഘടനകൾ. ഇന്നിപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെയും ഒരു പകൽ നീണ്ട ഉപവാസമരം കഴിഞ്ഞു. ദേശീയ തലത്തിൽ തന്നെ നമ്മൾ കേട്ടുകേൾവി പോലുമില്ല ഒരു ജനാധിപത്യത്തിൽ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ജയിലിൽ അടച്ച് അദ്ദേഹം കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് കൊല ചെയ്യപ്പെട്ടു ജയിലിൽ നിന്നുള്ളത്. ഇപ്പോഴും അത് ലോകവ്യാപകമായിട്ട് പ്രതിഷേധം വന്നിരിക്കുന്നതിന് തുല്യമായിട്ട് ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെയും ജയിലിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു കുതന്ത്രമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ചെറിയ ഭാഗമായിട്ടാണ് കേരളത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ സുരേഷ് ഗോപിയെ രക്ഷപ്പെടുത്താനും വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ നാടകം. വിവേകശാലികളായ ബുദ്ധിമതികളായ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന തൃശ്ശൂരെയോ കേരളത്തിലെ ജനങ്ങൾ ഇത് അംഗീകരിക്കുന്നു മനുവിന് തോന്നുന്നുണ്ടോ? അത് മാത്രമേ ഇപ്പൊ തൃശ്ശൂർ നടക്കുന്നുള്ളൂ. ഞാൻ മടങ്ങി വരാം. എനിക്കൊരു അല്പസമയം ശ്രീകുമാറിന് കൂടി കൊടുക്കേണ്ടതുണ്ട്. ശ്രീകുമാർ, അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും പാർലമെന്റിലേക്ക് എത്തിക്കാൻ ഉള്ളൊരു നീക്കത്തിന്റെ ഭാഗമായി മാത്രം വന്നതാണ് കരുവന്നൂർ എന്ന് നമുക്ക് വിശ്വസിക്കാൻ ആകും. ഒരുപക്ഷെ കോൺഗ്രസും കരുതുന്നത് രാജ്യവ്യാപകമായി ഈ അന്വേഷണ ഏജൻസികളെ BJP ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ അതേ പട്ടികയിൽ കരുവന്നൂർ ഉണ്ട് എന്ന് കോൺഗ്രസിന് അഭിപ്രായമുണ്ടോ? ശ്രീ മനു, എൻ്റെ സുഹൃത്ത് ശ്രീ റെജി ലൂക്കോസ് ഈ കരുവന്നൂരിലത്തെ ബാങ്കിലെ നിക്ഷേപകരുടെ പണം CPMന്റെ പ്രാദേശിക നേതാക്കൾ ദുരുപയോഗം ചെയ്തതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഡൽഹിയും അതുപോലെ പുട്ടിനും വരെ എത്തി. കരുവന്നൂരിലത്തെ ഒരു സാധാരണ CPM പ്രവർത്തകൻ ഇപ്പോൾ പറയുന്നത് വേറൊന്നുമല്ല, ഞങ്ങൾ നിക്ഷേപിച്ച പണം തിരിച്ചു തരൂ. ഏതാണ്ട് 400 കോടിയിലധികം രൂപയുടെ ദുരുപയോഗമാണ് അവിടെ നടന്നത്. അതില് കുറച്ച് രൂപ ഇവർ തിരിച്ചു കൊടുത്തു. ഇവരെന്ന് വെച്ചാൽ ഗവൺമെന്റ് തിരിച്ചു കൊടുത്തു.
ഈ ഗവൺമെന്റ് തിരിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ മന്ത്രി വാസവൻ തന്നെ പലവട്ടം പറഞ്ഞു പലർക്കും തിരിച്ചു കൊടുത്തു. എന്താ തിരിച്ചു കൊടുത്തത്? 1,00,000 രൂപ ഇട്ടാക്ക് 1,000 രൂപയോ 10,000 രൂപയോ വല്ലതും. ഇതാണ് ഈ തിരിച്ചു കൊടുക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, അതൊരു നടപടിക്രമമാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ കരുവന്നൂരിലത്തെ നിക്ഷേപകരുടെ പണം CPM നേതാക്കൾ പിൻവലിച്ച് ദുരുപയോഗം ചെയ്തു എന്നുള്ള കേസ് ആദ്യം എടുത്തത് കേരള പോലീസാണ്. അതിന് നടപടി ഉണ്ടായില്ല. പരാതിക്കാരും കോൺഗ്രസ്സുകാരല്ല, CPM പ്രാദേശിക പ്രവർത്തകരും പ്രാദേശിക നേതാക്കളുമായിരുന്നവരാണ്. അപ്പോൾ ഇത് കേന്ദ്രത്തിലെ ED അന്വേഷണവും മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ നേതാക്കളെ ED അനാവശ്യമായി അസ്വസ്ഥപ്പെടുത്തുന്നതുമൊക്കെ ആയിട്ട് കൂട്ടിയിണക്കാൻ പറ്റില്ല. എന്താ കാരണം? ഇപ്പൊ അരവിന്ദ് കെജ്രിവാൾ, ശ്രീ രജി പറഞ്ഞ അരവിന്ദ് കെജ്രിവാളിനെ തന്നെ എടുക്കാം. അരവിന്ദ് കെജ്രിവാളിനെതിരെ EDയും അതുപോലെ തന്നെ മറ്റു നടപടികളൊക്കെ ഉണ്ടായത് ഒരു മദ്യ നയവുമായി ബന്ധപ്പെട്ടാണ്. അത് ഗവൺമെന്റിന്റെ ഒരു പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ പോളിസിയിൽ അഴിമതി ഉണ്ടായി എന്നാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെതിരെ EDയുടെ നോട്ടീസുണ്ട്. അത് ഇടതുമുന്നണി ഗവൺമെന്റിന്റെ ഒരു മസാല ബോണ്ട് എന്ന സാമ്പത്തിക നയത്തിന്റെ ഭാഗമാണ്. കരുവന്നൂരോ? കരുവന്നൂരിൽ CPM നയത്തിന്റെ ഭാഗമല്ല. കരുവന്നൂരിലെ നിക്ഷേപകർ ഇട്ട പണം അവരറിയാതെ പിൻവലിച്ച് അവർക്ക് നഷ്ടമുണ്ടാക്കി, അവരെ പട്ടിണിയിലാക്കി, ചിലർ മരിച്ചു, ചിലർ അസുഖബാധിതരായി കഴിയുന്നു. അതൊരു നയത്തിന്റെ ഭാഗമല്ല, അത് കൊള്ളയടിയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കരുവന്നൂർ ബാങ്ക് കൊള്ളയടിച്ചു, അതാണ് അതിന്റെ പച്ച മലയാളം. അത് സംബന്ധിച്ച അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പൊ നയവും ഇതും തമ്മിൽ വ്യത്യാസമില്ലേ? അപ്പൊ നമുക്ക് EDയുടെ സ്വഭാവം നമുക്കറിയാം, അത് വളരെ ശരിയാണ് റെജി ലൂക്കോസ് പറയുന്നത്. പക്ഷെ അത് കരുവന്നൂരുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റില്ല. തോമസ് ഐസക്കായിട്ട് ബന്ധപ്പെടുത്താം, കുഴപ്പമില്ല, ഒരു പരിധി വരെ ബന്ധപ്പെടുത്താം. കാരണം ഒരു പോളിസിയുടെ ഭാഗം, ആ പോളിസി ശരിയോ തെറ്റോ എന്നുള്ളത് പിന്നത്തെ ചർച്ചയാണ്. കരുവന്നൂരിലെ CPM നേതാക്കളെ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ, MLA, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് മെമ്പർ, പ്രാദേശിക നേതാക്കൾ, ഇവരൊക്കെ ED ചോദ്യം ചെയ്തു. ഇതൊന്നും ഒരു നയത്തിന്റെ ഭാഗമായിട്ടല്ലല്ലോ. ഇടതുമുന്നണിയുടെ CPM നയമാണോ ബാങ്കിലത്തെ നിക്ഷേപകരുടെ പണം എടുക്കുക എന്നുള്ളത്? അല്ലല്ലോ, അത് നയമല്ല. അപ്പൊ അത് CPM ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച, നിക്ഷേപകരുടെ പണം എടുത്തു എന്നുള്ളതാണ്. അവിടെ ED അന്വേഷിക്കുമ്പോഴാണ് അവർക്കൊരു ദേശസാൽകൃത ബാങ്കിന്റെ തൃശ്ശൂരിലത്തെ മെയിൻ ശാഖയിൽ ഏതാണ്ട് 5 കോടി രൂപയിലധികം വരുന്നു നിക്ഷേപം. എങ്ങനെയാണ് ഈ നിക്ഷേപം എന്ന് ചോദിച്ചപ്പോൾ ഒരു ഉത്തരം കൊടുക്കാൻ പറ്റിയില്ലെന്നാണ് ED പറയുന്നത്. അതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നൊക്കെ CPM പറയുന്നുണ്ട്. യാതൊരു പ്രശ്നവുമില്ല എങ്കിൽ പിന്നെ ഇതെങ്ങനെയാണ് ED അന്വേഷിക്കുക? ഒരാളുടെ സ്വത്ത് വെറുതെ അന്വേഷിക്കുമോ? അതിന് CPM മറുപടി പറയട്ടെ. CPM ഇവിടെ പ്രതിസന്ധിയിലായിരിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് കൃത്യമായി ഉത്തരം പറയാർക്ക് പറ്റുന്നില്ല. ഒരു തൊഴിലാളി വർഗ പാർട്ടി, ബക്കറ്റ് എടുത്ത് പണം പിരിച്ച് പണം ഉണ്ടാക്കിയ പാർട്ടി, ഏത് കാര്യത്തിനും പൊതുജനങ്ങളിൽ നിന്നും ഫണ്ട് സമാഹരിക്കുന്ന പാർട്ടി, ആ പാർട്ടിയുടെ ഒരു ജില്ലാ ഘടകത്തിന് 5 കോടി രൂപ നിക്ഷേപം എങ്ങനെ വന്നു എന്നാണ് ചോദ്യം. സംസ്ഥാന കമ്മിറ്റിയാണ് പോട്ടെന്ന് വയ്ക്കും, ജില്ലാ കമ്മിറ്റിക്ക്. അപ്പൊ ഈ 5 കോടിയുടെ കാര്യത്തിൽ സംശയത്തിന് നിഴലിലാണ്. അതല്ലാണ്ട് അവർക്ക് മറ്റു നിക്ഷേപം വേറെ കാണും. ഈ 5 കോടിയുടെ നിക്ഷേപത്തെ കുറിച്ചാണ് ഇപ്പൊ ED അന്വേഷണം. അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1 കോടി കഴിഞ്ഞ 4-5 ദിവസം മുമ്പ് 1 കോടി രൂപ എടുത്തു. ആ എടുത്ത പണം ചെലവാക്കരുതെന്ന് പറഞ്ഞിരിക്കുക. വെറുതെ ചെലവാക്കരുതെന്ന് ED പറയുമോ? അപ്പൊ അവിടെ നമ്മൾ ED ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ന്യായീകരിക്കാൻ നിന്നാൽ ജനം നമ്മളെ ഓടിക്കും. ഏതായാലും നമുക്ക് ഞാൻ ശ്രീ റെജി ലൂക്കോസ്, അതാണ് ശ്രീകുമാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ പരാതിക്കാരൻ BJP-കാരനോ കോൺഗ്രസ്സുകാരനോ അല്ല, പരാതിക്കാരൻ MV സുരേഷാണ്. അദ്ദേഹം അവിടുത്തെ ജീവനക്കാരനായിരുന്നു, CPM അനുഭാവിയാണ്. മാത്രമല്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇത് സംബന്ധിച്ചൊരു അന്വേഷണം CPM നടത്തി, അതിൻ്റെ റിപ്പോർട്ടും EDക്ക് ലഭിച്ചു എന്ന വാർത്തകൾ കൂടി വരികയാണ്. അത് എത്രമാത്രം വാസ്തവമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള കണ്ടെത്തലുകൾ കൂടി ED അതുകൂടി മനസ്സിലാക്കിയിരിക്കുകയാണ്. ഏതായാലും ഇത് ചോർന്നു എന്നൊക്കെയുള്ള തർക്കങ്ങൾ ഒരു വശത്ത് കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അറിയാൻ മാത്രമാണോ ഈ PK ബിജുവിനെയും അതുപോലെ ഈ PK ഷാജിനെയും ഒക്കെ അവർ വിളിക്കുന്നത്? അതിനപ്പുറത്തേക്ക് ഇവർക്ക് എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടാകേണ്ടതുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ടോ?
അല്ല, വളരെ വ്യക്തമല്ലേ മനു? കാരണം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇന്ത്യയിൽ എമ്പാട് നടക്കുന്ന ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഉപകരണമായ ഇഡിയുടെ മറ്റൊരു പ്രയോഗം കേരളത്തിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ പ്രിയപ്പെട്ട ശ്രീകുമാർ സാറ് പറഞ്ഞപ്പോൾ എന്നെ അത്ഭുതപ്പെട്ടു. അതായത് ശ്രീകുമാർ സാറ് പിന്തുണയ്ക്കുന്ന പാർട്ടിയുടെ പരമോന്നത നേതാക്കളായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇന്ന് ഇഡിയുടെ ജാമ്യത്തിലാണ്. 50 മണിക്കൂറാണ് രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തത്. 25 മണിക്കൂർ ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തു. നാഷണൽ ഹെറാൾഡിന്റെ 600 കോടി രൂപ വെളുപ്പിച്ചുമായി ബന്ധപ്പെട്ട ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിൽ അവരിപ്പോൾ ജാമ്യത്തിലാണ്. 1.5 വർഷമായിട്ട് ഇപ്പോൾ ജാമ്യത്തിലാണ്. ഏത് നിമിഷവും ജാമ്യം വേണം, റദ്ദാക്കപ്പെടാം. അതിനെന്താണ് തയ്യാറാകുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ആശങ്കയോടെ ഇരിക്കുന്നുള്ളൂ. ആശങ്ക ഇത് മീൻസ് ഈ BJPയുടെ ഭാഗത്തുനിന്നുള്ളത്. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി, ഒരു ഉദാഹരണം ഞാൻ പറയാം. രാഹുൽ ഗാന്ധിയെ ഒരു പ്രസംഗത്തിലെ ഒരു പരാമർശത്തിന്റെ പേരിൽ ഗുജറാത്തിലെ ഒരു കീഴ്ക്കോടതി പരമാവധി ശിക്ഷയെ 2 വർഷത്തെ ശിക്ഷ വിധിച്ചു. ഹൈക്കോടതി വരെ അത് തള്ളി. അതായത് അദ്ദേഹത്തിന്റെ ഈ ശിക്ഷാവിധി വന്നതിന്റെ 48 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് MP സ്ഥാനം പിന്നെ പാർലമെന്റിന്റെ MP സ്ഥാനം അദ്ദേഹത്തിന് റദ്ദാക്കുകയും അതുകൂടാതെ അദ്ദേഹത്തിന്റെ MP ക്വാർട്ടേഴ്സ് അദ്ദേഹത്തിനെ പുറത്താക്കുകയും ചെയ്തു. 6 ദിവസത്തിനുള്ളിൽ പുറത്താക്കുകയും ചെയ്തു. സുപ്രീം കോടതിയുടെ ഒരു കരുണ കൊണ്ട് മാത്രം നേരിയ രീതിയിൽ അദ്ദേഹം രക്ഷപ്പെട്ടാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പോലും. അങ്ങനെയുള്ള വേട്ടയാടലുകൾ നടക്കുമ്പോൾ ED എന്ന് പറയുന്ന പ്രസ്ഥാനം, അല്ലെ ED എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ഏജൻസി കരുവന്നൂരിൽ നടത്തുന്ന റെയ്ഡിനെ കുറിച്ച് ശ്രീകുമാർ സാർ ഇങ്ങനെ പറയുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുക. വീണ്ടും ഞങ്ങൾ ആരും കരുവന്നൂർ തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ പ്രതിപാദിച്ച സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ കരുവന്നൂർ ബാങ്കിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള തട്ടിപ്പ് നടത്തിയ വീരൻ. ഇയാളെ മാപ്പസാക്ഷിയാക്കിയിരിക്കുകയാണ്. ഇയാൾ മാപ്പസാക്ഷിയാക്കിയത് കൊണ്ടാണ് ഇയാൾ പറഞ്ഞ ചില കാര്യങ്ങള്. അപ്പൊ മാപ്പസാക്ഷിയായപ്പോൾ ആളെ രക്ഷപ്പെടുത്തി. ഈ വീടിന്റെ സ്ഥിരം പരിപാടി അതാണല്ലോ. അയാളെ മാപ്പസാക്ഷിയാക്കിയപ്പോൾ അയാൾ പറഞ്ഞു എന്ന് പറയുന്ന ചില കാര്യങ്ങളാണ് പത്രക്കാർക്ക് ചോർത്തി കൊടുത്തുകൊണ്ട് നമ്മളിപ്പോ ചർച്ച ചെയ്യപ്പെടുന്നത്. വാസ്തവത്തില് കുറച്ച് പൈസ കൊടുത്തു എന്നാ ശ്രീകുമാർ സാർ പറഞ്ഞു. അല്ല സാറേ, 105 കോടി രൂപ തിരിച്ചു കൊടുത്തു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട VN വാസവൻ മന്ത്രിയായിട്ടുള്ള സഹകരണ ഡിപ്പാർട്ട്മെന്റിലും അതുപോലെ തന്നെ കേരള ബാങ്കിന്റെ ഒരു കൺസോർഷ്യം 105 കോടി രൂപ മൊത്തം തിരിച്ചു കൊടുത്തു. ഇപ്പോൾ 400 കോടി ഒന്നുമില്ല. ഇവിടെ പുറത്ത് വാർത്തകൾ പറയുന്നതിനാണ് 300 കോടി. അത്രയൊന്നും അവിടുന്ന് പോയിട്ടില്ലാണ്. 160 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. 1 രൂപയുടെ തട്ടിപ്പാണ് തട്ടിപ്പാ. ഞങ്ങൾ ആരോ അല്ലെ ഗവൺമെന്റോ CPM-ഓ ഈ തട്ടിപ്പിനെ ന്യായീകരിക്കുകയോ ഇതിന്റെ പേരിൽ ഒരു ന്യായീകരണ ചർച്ചകളിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ല. അതിന്റെ വസ്തുതകൾ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പക്ഷെ ഇതിന്റെ പേരിൽ CPI നേതാക്കളെയും തൃശ്ശൂർ ജില്ലയിലെ പാർട്ടിയെയും പറ്റിയ കൂച്ചുമല കണക്കുക എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ്സുകാർക്ക് കൊടുത്തിരിക്കുന്ന അച്ചാരം പോലെ അല്ല CPM-ന് കൊടുക്കുക എന്ന് പറഞ്ഞ ഏത് ഏജൻസി ആയാലും ഞങ്ങൾ ജനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് നേരിട്ടിരിക്കും. ശ്രീ ഉല്ലാസ് ബാബു കൂടി, റെജി ലൂക്കോസ്, ഞാൻ വീണ്ടും അങ്ങേക്ക് സമയം തരാം. ഉല്ലാസ് ബാബു കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഉല്ലാസ് ബാബു, ഇത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന ഒരു നീക്കമാണ് എന്ന ആരോപണമാണ് റെജി ലൂക്കോസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി മുമ്പെങ്ങും കേട്ടുകേൾവി ഇല്ലാത്ത തരത്തിൽ ആലത്തൂരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പ്രൊഫസർ TN സരസൂരെ വിളിക്കുന്നു. കരുവന്നൂർ ബാങ്കിൽ നടക്കുന്ന സംഭവങ്ങൾ വളരെ ശക്തമായി അതിൽ നടപടി ഉണ്ടാകും എന്ന് പറയുന്നു. ആളുകൾക്ക് പണം തിരിച്ചു കിട്ടുമെന്ന് പറയുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് കരുവന്നൂരിലേക്ക് പ്രധാനമന്ത്രി എത്തുമോ എന്ന സംശയമാണ്. ഇരിങ്ങാലക്കുടയിൽ നിന്ന് അങ്ങോട്ടേക്ക് റോഡ് ഷോ നടത്തുമോ എന്നൊക്കെയുള്ളതാണ്. ഇത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടിനപ്പുറത്തേക്ക് എത്ര വലിയ ആത്മാർത്ഥതയോടുകൂടിയാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നാണ് കരുതേണ്ടത്. മനു, അതിനകത്ത് മനുവിൻ്റെ ചോദ്യത്തിൽ തന്നെ ഒരു തെറ്റുണ്ട്. ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. എങ്ങനെയാണ് മനു? BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു അന്വേഷണ ജിമ്മിക്കാണെന്ന് മനുവിന് തോന്നുന്നുണ്ടോ? ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ബഹുമാനായ ശ്രീ റെജി ലൂക്കോസ് തന്നെ പറയുന്നു, അവിടെ കളവ് നടന്നിട്ടുണ്ട്, കള്ളത്തരം നടന്നിട്ടുണ്ട്, കോടിക്കണക്കിന് ഉറുപ്പികയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. എന്താണ് ഈ തട്ടിപ്പത്തിന് ആധാരം? ആ തട്ടിപ്പിൽ രാഷ്ട്രീയത്തിന് എന്താണ് ചർച്ച ചെയ്യാനുള്ളത്? BJP രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടുമായി കണക്ട് ചെയ്തുകൊണ്ട് ഇത് BJP നടത്തുന്ന ഒരു ഇവരുടെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് അവരെ തകർക്കാൻ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് എന്ന് രാഷ്ട്രീയപരമായിട്ട് ഇവർ ആരോപിക്കുന്നു. സത്യത്തിൽ എന്താണ് മനു നടക്കുന്നത്? കരുവന്നൂർ എന്ന് പറയപ്പെടുന്ന ഒരു ബാങ്ക്, ആ ബാങ്കിനകത്ത് ഒരു ഭരണ സംവിധാനം എന്ന് പറയപ്പെടുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം. ആ ഭരണ സംവിധാനവും സെക്രട്ടറിയും അടക്കമുള്ള ആളുകൾ കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപ അനുമനു അറിയാത്ത പാവപ്പെട്ടവന്മാരുടെ പറ്റിച്ചുകൊണ്ട് അവിടെ നടപ്പിലാക്കി. ആ യഥേഷ്ടം തുടർന്നുകൊണ്ടേയിരുന്നു. ഇത്രയും കാലം തുടരുമ്പോൾ വിവിധ ആരോപണങ്ങളും വിവിധ പരാതികളും ഇവരുടെ പാർട്ടിക്ക് തന്നെ അവരുടെ ആളുകൾ പാർട്ടിക്കാർ തന്നെ കൊടുത്തിരുന്നു. പാർട്ടി അതിനെ അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ആ പാർട്ടി അത് അന്വേഷിച്ചിട്ട് അത് ശരിയാണെന്ന് അറിഞ്ഞിട്ടും പാർട്ടി അത് മിണ്ടാതിരുന്നു.
പാർട്ടി അത് ഒതുക്കാൻ ശ്രമിച്ചു. നിരവധി ആളുകൾ കോടിക്കണക്കിന് ഉറുപ്പിക നിരവധി ആളുകളെ പറ്റിച്ചുകൊണ്ട് അവിടെ അഭ്യാസം നടത്തി. എന്താണ് അഭ്യാസം? ഇല്ലാത്ത ഭൂമിക്ക് അവിടെ ലോൺ കൊടുത്തു. ഉള്ള ഭൂമിക്ക് 1 ലക്ഷം രൂപയുടെ വാല്യൂ ആണെങ്കിൽ അതിന് 5 ലക്ഷം രൂപ മാർക്കറ്റ് വില കാണിച്ചുകൊണ്ട് അവിടെ കച്ചവടം നടത്തി അതിൻ്റെ കമ്മീഷൻ ഏജന്റുകളായി മാറി. അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആളുകളുടെ പേരിൽ ലോണ് അവരറിയാതെ കൊണ്ടിട്ടു. അവിടെ സ്വർണം തട്ടിപ്പുകളൊന്നും ആരും നിഷേധിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന റെജി ലൂക്കോസ് പോലും അത് നിഷേധിക്കുന്നില്ല. തട്ടിപ്പ് നടന്നവരെ പിടികൂടട്ടെ, അതിൽ പാർട്ടി നേതൃത്വത്തിന് പങ്കില്ല. പറയട്ടെ മനു, ഈ തട്ടിപ്പുകളൊക്കെ നടത്തിയിട്ട് മനു ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ തട്ടിപ്പുകളൊക്കെ നടത്തിയിട്ട് CPM-ന്റെ രാഷ്ട്രീയ ശൈലിയും രാഷ്ട്രീയ സിസ്റ്റവും മനുവിനും അറിയാമല്ലോ. ഇതുപോലെ ഒരു സൊസൈറ്റിക്കകത്ത് അല്ലെങ്കിൽ ഒരു ബാങ്കിനകത്ത് ഇത്രയും വലിയൊരു തട്ടിപ്പ്, കോടിക്കണക്കിന് ഉറുപ്പിയുടെ തട്ടിപ്പ് അവിടെ നടന്നിട്ട് ആ നടന്ന കാര്യം ഇതൊക്കെ ഇവർ അറിഞ്ഞിട്ട് ഇവരത് ആക്ട് ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനകത്തൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ഇന്നലെ അല്ലല്ലോ ED അന്വേഷിച്ചു തുടങ്ങിയത്. എത്ര കാലം മുൻപ് ED ഈ വിഷയത്തിൽ അന്വേഷണം തുടങ്ങി. ഇവർക്ക് അത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അത് പാടില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് സുല്ലെ എന്ന് പറയുന്നൊരു ഏജൻസി അല്ലല്ലോ ED. ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത് അവിടെ ഒരു വിഷയമേ അല്ല. BJPയെ സംബന്ധിച്ചിടത്ത് രാഷ്ട്രീയ സ്റ്റണ്ടുമല്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനകത്ത് പണം പോയ നിരവധി ആളുകളുണ്ട്, അവരുടെ കണ്ണീരുകളുണ്ട്. അതിനുവേണ്ടി സമരം ചെയ്യുന്നതിൽ BJP എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംഘടന 100% മുന്നിൽ നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇതിനെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാക്കി കണ്ടുകൊണ്ട് ഇതിൽ നിന്ന് മുഖം രക്ഷിക്കാൻ ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനകൾ ശ്രമിച്ചാൽ തന്നെ അത് നടക്കില്ല. കാരണം അവർക്ക് ഇതൊക്കെ അറിയാം. അവർ അറിഞ്ഞുകൊണ്ടും എല്ലാ അഭ്യാസങ്ങളും ഒപ്പിച്ചതിൽ അവരറിഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് ഇപ്പം അത് BJPയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കെട്ടാൻ നോക്കുന്നതാണ് തെറ്റ്. അതിൻ്റെ അകത്തെ രാഷ്ട്രീയം കളവാണ്, തട്ടിപ്പാണ്. ആ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത ആളുകളും CPM-ഉം തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധത്തിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നു. അന്വേഷണ ഏജൻസി അന്വേഷിക്കുമ്പോൾ അതിൽ തെറ്റ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അന്വേഷണ ഏജൻസിയുടേതായിട്ടുള്ള തീരുമാനം ഉണ്ടാവും. BJP ആഫീസിൽ നിന്ന് കൊടുത്തു വിത്ത കടലാസ് അനുസരിച്ചല്ല ED പെരുമാറുന്നതെന്ന് അസന്നിഗ്ധമായിട്ട് ഞാൻ കൃത്യമായി പറയാം. മറ്റവർ രണ്ടുപേരും പറയുന്നത്, അല്ലെങ്കിൽ റെജി ലൂക്കോസ് പറയപ്പെടുന്നത് പരിപൂർണമായിട്ടുള്ള ആരോപണങ്ങളാണ്. അത് പരാജയ ഭീഷണി മുഴങ്ങുമ്പോഴും പെടുമെന്ന് കാണുമ്പോഴുമുള്ള ഒരു വെപ്രാളമായിട്ട് അതിനെ കണ്ടാൽ മതി. സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടക്കുമ്പോൾ കൃത്യമായിട്ട് സമൂഹത്തിന് അറിയാൻ സാധിക്കും ഈ കോടാനുകോടി രൂപ തട്ടിച്ചതിൽ CPM-ന്റെ മൗനാനുവാദവും CPM-ന്റെ കരങ്ങളും ഉണ്ട് എന്നും അതിലെ നേതാക്കന്മാരുടെ കരങ്ങളും ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീകുമാർ, ഈ അന്വേഷണം ഇങ്ങനെ നീണ്ടാൽ തന്നെ വലിയ ആത്മാർത്ഥമായ ഒരു അന്വേഷണം നടക്കുമെന്നാണ് ശ്രീ ഉല്ലാസ് ബാബു പറയുന്നത്. അങ്ങനെ നടന്നാൽ തന്നെ അതിൻ്റെ ഒരു പരിസമാപ്തി എങ്ങനെ എത്തും എന്നതാണ്. ഇപ്പം സമർപ്പിച്ച ഈ റിപ്പോർട്ടിൽ പല ആളുകളും പ്രതികളായി വന്നിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഇപ്പോൾ ഈ അരവിന്ദാക്ഷനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ പേരുകൾക്ക് മുകളിലേക്ക് വരുമോ ഈ അന്വേഷണത്തിൻ്റെ കണ്ടെത്തലുകൾ എന്ന് സംശയം ആർക്കെങ്കിലും ഉണ്ടായാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ ശ്രീകുമാർ? അല്ല, ഇതിൽ മനു ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കരുവന്നൂർ കേസ് ഇപ്പോൾ കൃത്യമായിട്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമൊക്കെ നടന്നു തുടങ്ങിയിട്ട് 2-3 വർഷമായി. 2 വർഷം ചുരുങ്ങിയത് കഴിഞ്ഞു. അപ്പൊ ഇത്രയും കാലമായിട്ടും ഇതെന്താ ഒരു അന്ത്യത്തിലേക്ക് എത്താത്തത് എന്നൊരു ചോദ്യം കരുവന്നൂരിലത്തെ ജനങ്ങളും തൃശ്ശൂരിലത്തെ സാധാരണക്കാർക്കും സംശയമുണ്ട്. അപ്പൊ ആ സംശയത്തെ ബലപ്പെടുത്തുന്നത് എങ്ങനെയാണ്? UDF-ന്റെ ആരോപണമാണ്. എന്താണ് UDF-ന്റെ ആരോപണം? കേരളത്തില് കോൺഗ്രസിനെതിരാണ് CPM-ഉം BJP-യും. അപ്പോൾ CPM-ന്റെ ഭരണത്തെ എന്തിനു ദുർബലമാക്കാൻ BJP ശ്രമിക്കണം? കാരണം CPM കേരളം ഭരിച്ചുകൊണ്ട് BJP-ക്ക് ഒരു പ്രയാസവും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കേന്ദ്രത്തിലേക്ക് തൽക്കാലം CPM എത്തില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPM കേരളത്തിൽ മാത്രം ശക്തിയുള്ളൊരു പാർട്ടിയാണ്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അവർക്ക് അത്തരത്തിലുള്ള ശക്തിയില്ല. പക്ഷെ കോൺഗ്രസ് അങ്ങനെയല്ല. കോൺഗ്രസ് എല്ലായിടത്തും വേരുണ്ട്. ഭരണം നഷ്ടപ്പെട്ടു എന്നുള്ള ശരിയല്ല. വോട്ട് ശതമാനത്തിൽ വളരെ വ്യത്യാസം, അത്ര വലിയ വ്യത്യാസമൊന്നും ഇല്ല. അപ്പൊ കേരളത്തില് കോൺഗ്രസിനെ എതിർത്ത്, അതും BJP-യേക്കാൾ ശക്തമായി എതിർത്ത് നിൽക്കുന്ന ഒരു ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തേണ്ട കാര്യം BJP-ക്ക് ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് അന്വേഷണം ഇങ്ങനെ നടക്കും, അതിങ്ങനെ ചോദ്യം ചെയ്യും, ഇപ്പൊ പിടിക്കും എന്നൊക്കെ പറയുന്നല്ലാതെ ഒന്നും നടക്കില്ല. കാരണം ഇപ്പോഴത്തെ കേസ് ED മാത്രമല്ല അന്വേഷിക്കുന്നത്, ആദായ നികുതി വകുപ്പുണ്ട്. ഇന്നിപ്പോ കേട്ടൊരു വാർത്ത, 10 വർഷത്തെ CPM-ന്റെ ബാങ്കിങ് ഇടപാട് ഈ ആദായ നികുതി വകുപ്പ് അന്വേഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ED-യുടെ അന്വേഷണം കൂടാതെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് അന്വേഷണം വരുമ്പോഴേ ഇതിന്റെ അന്തിമ ഫലത്തിലേക്ക് എത്തുന്നില്ല. അതിനവർ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ
മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കേസുകളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇങ്ങും എത്താതെ പോയതിനെ കുറിച്ചാണ്. അത് മാത്രമല്ല, ഇവിടെ നോക്കൂ, രാഹുൽ ഗാന്ധിയാണ് കേരളത്തിലെ CPM-ന്റെ മുഖ്യ ശത്രു, നരേന്ദ്രമോദി അല്ല. രാഹുൽ ഗാന്ധിക്കെതിരെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിരന്തരം വിമർശനം നടത്തുന്നത്. അപ്പൊ കോൺഗ്രസ് ഒരു ചോദ്യം ഉന്നയിച്ചു, ഈ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് കേന്ദ്രത്തിലെ BJP നേതാവായ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നില്ല? രാഷ്ട്രീയമായിട്ട് BJP നയങ്ങളെ CPM എതിർക്കുന്നു. CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ് മുഖ്യമന്ത്രി. അപ്പൊ രാഹുൽ ഗാന്ധി എതിർക്കുമ്പോൾ അതിൽ അവർ കാണുന്നത് എന്താണ്? കേരളം വിട്ടാൽ രാഹുൽ ഗാന്ധി CPM-കാരുടെ നേതാവാണ്. കേരളം വിട്ടാൽ CPM ഇന്ത്യ മുന്നണിയിൽപ്പെട്ടതാണ്. അപ്പൊ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട CPM-നെ നയിക്കുന്ന സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് കോൺഗ്രസ് പറയുന്ന ആളാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിക്കെതിരെയാണ് CPM-ന്റെ മുഖ്യമന്ത്രി എന്നും വിമർശനം നടത്തുന്നത്. എന്നും അതിന്റെ രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ LDF UDF ആണ് ശത്രുക്കൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ UDF-നെതിരെ ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ ജയിക്കാൻ കഴിയൂ എന്നൊരു ചിന്ത കാണാം. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഇത് മനസ്സിലാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്ന തൃശ്ശൂരിലെ ജനങ്ങൾ. ഇപ്പൊ പ്രധാനമന്ത്രി ഇരിങ്ങാലക്കുട നിയോജക അസംബ്ലി മണ്ഡലത്തിൽ പ്രസംഗിക്കാൻ വരുന്നു എന്നൊരു വാർത്തയുണ്ട്. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ആണെങ്കിൽ അതൊരു രാഷ്ട്രീയ നീക്കമാണല്ലോ BJP-യുടെ. പക്ഷെ BJP-യുടെ രാഷ്ട്രീയ നീക്കമല്ല അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യം. അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യം അവരുടെ പണമാണ്. എൻ്റെ മനു, അവരുടെ നിക്ഷേപം കൊടുത്ത പണമാണ്. 105 കോടിയാണോ 200 കോടിയാണോ 300 കോടിയാണോ 400 ആണോ എത്രയാണെങ്കിലും ഞാനിട്ട 10 ലക്ഷം രൂപ എനിക്ക് കിട്ടണ്ടേ? ഇവിടെ ഓരോരുത്തർ സത്യാഗ്രഹം നടത്തിയും സമരം ചെയ്തുമൊക്കെയാണ് ചിലതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എല്ലാവർക്കും പറ്റുന്നില്ല. CPM ഭരിക്കുന്ന ഒരുപാട് ബാങ്കിൽ പ്രശ്നങ്ങളുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ CPM ഭരിക്കുന്ന ബാങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളാണ് ഈ കഴിഞ്ഞ 5-6 വർഷമായിട്ട്. ഇന്നിപ്പോ കണ്ണൂരിലത്തെ ഒരു വാർത്ത നമ്മൾ കേട്ടു. ഒരു വീട്ടമ്മ അവരിട്ട പണം തിരികെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് 18 ലക്ഷം രൂപ എന്തോ. കണ്ടല ബാങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് ബാങ്കുകളുണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ അന്വേഷണം നടക്കുന്നു, അതിങ്ങനെ ദിവസവും വാർത്ത വരുന്നു എന്നുള്ളതല്ലാതെ ഇതിനൊരു അവസാനം ഉണ്ടാകുന്നില്ല. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? കേരളത്തിലെ CPM-നെ ദ്രോഹിക്കാൻ BJP-ക്ക് താല്പര്യമില്ല. നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ അത് ശരിയായിട്ട് മനുവിനും തോന്നുന്നില്ലേ? കാരണം എന്താണ്? കേരളത്തിൽ BJP അധികാരത്തിൽ വരില്ല, കേന്ദ്രത്തിൽ CPM-ഉം അധികാരത്തിൽ വരില്ല, കേരളത്തിൽ CPM അധികാരത്തിൽ വരും. അതുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കാൻ CPM-നെ എന്തിനാ വെറുതെ ദ്രോഹിക്കുന്നത് എന്ന് BJP-ക്കാർക്ക് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? കാരണം പ്രധാനമന്ത്രിയെ അല്ല കേരള മുഖ്യമന്ത്രി വിമർശിക്കുന്നത്, രാഹുൽ ഗാന്ധിയാണ്. അവരുടെ ഇന്ത്യ മുന്നണിയുടെ നേതാവിനെ തന്നെയാണ്. അവർ വിരോധാഭാസം നോക്കൂ. അവിടെ CPM-ന്റെ നയമില്ലായ്മയാണ്. ഇത് ഞാൻ പറയുന്നതല്ല. കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ പാർട്ടിക്ക് കൃത്യമായ നിലപാടെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞത് ആരാ മനു? മുൻ മന്ത്രി, സഹകരണ മന്ത്രിയായ CPM-ന്റെ സമുന്നത നേതാവായ ആലപ്പുഴയിലെ സുധാകരൻ. ഓർമ്മയുണ്ടല്ലോ? അതേ ഒരു കാര്യം കൂടി വ്യക്തമായി പറഞ്ഞു. ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ അത് നക്കുന്നവൻ യഥാർത്ഥ സ്റ്റേറ്റ്സ്മാൻ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ സ്റ്റേറ്റ്സ്മാൻ അല്ലെന്നാണ് ആ വാക്യാണ് അതേപോലെ പറയുകയാണ്. സുധാകരൻ പറഞ്ഞതാണ്. അപ്പൊ കരുവന്നൂർ ബാങ്ക് വിഷയത്തിലെ CPM-ന്റെ ഒരു പക്വമായ, കൃത്യമായ, വ്യക്തമായ നിലപാട് പ്രവർത്തകരോട് പറയാൻ പറ്റിയില്ല എന്നാ സുധാകരനാ പറഞ്ഞത്. ഞാൻ ശ്രീ അങ്ങിലേക്ക് മടങ്ങി വരാം. ശ്രീ റെജി ലൂക്കോസ്, അതാണ് ഒരു വ്യക്തമായ നിലപാട് പറയാൻ CPM-ന് കഴിയുന്നില്ല. ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നേതാക്കളെ ED വിളിപ്പിക്കുന്നു, 8 മണിക്കൂർ ചോദ്യം ചെയ്യുന്നു. PK ബിജുവിന് 8 മണിക്കൂർ എന്ത് പറയാനുണ്ടായിരുന്നിരിക്കണം എന്നൊരു സംശയം ഒരു വശത്ത് നിൽക്കുന്നു. മാത്രമല്ല, ഈ കരുവന്നൂർ ബാങ്കിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം CPM-നകത്ത് നടത്തെങ്കിൽ അതിൻ്റെ ഒരു റിപ്പോർട്ട് അത് പുറത്തു വരുന്നതിൽ എന്താ തെറ്റെന്താണുള്ളത്? അല്ല മനു, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2011 മുമ്പ് നടന്ന ഈ ED-യുടെ ചോദ്യം ചെയ്യലിൽ ബഹുമാനപ്പെട്ട അന്നത്തെ മന്ത്രിയായിരുന്ന KT ജലീലിനെ എത്ര മണിക്കൂർ ചോദ്യം ചെയ്തു? എന്നിട്ട് എന്ത് സംഭവിച്ചു? KT ജലീലിനെ പറ്റിയൊക്കെ സ്വർണ്ണക്കടത്ത് നടത്തി, അതിനകത്ത് ഖുറാനകത്ത് സ്വർണം കടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ 2 തവണ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ കേരളത്തിലെ ഈ മാധ്യമങ്ങൾ, ശ്രീകുമാർ സാർ ഉൾപ്പെടെയുള്ളവരൊക്കെ വർദ്ധിച്ചത് എന്താ? അയാളെ വലിയൊരു കള്ളക്കടത്തുകാരാണ് ചിത്രീകരിച്ചത്. അവസാനം കോടതിയുടെ കുറ്റപത്രത്തിൽ പോലും അയാളുടെ പേരില്ല, ആ മന്ത്രിയുടെ പേരില്ല. അങ്ങനെ എന്തെല്ലാം നാടകങ്ങളോട് നടന്നു. ഇവിടെ നേരത്തെ എന്റെ പ്രിയ സുഹൃത്ത് ഉല്ലാസ് പറഞ്ഞതിനൊരു മറുപടി ഉണ്ട്. ഇവിടെ മനു അത് ഉദ്ധരിച്ചു. അതായത് ബഹുമാനപ്പെട്ട
ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിക്ക് വേണ്ടി 2 വട്ടം ഒരു ജില്ലയിൽ പര്യടനം നടത്തി. ഒന്ന് ഗുരുവായൂർ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിലും അതിനു മുമ്പ് തൃശ്ശൂര് നടത്തിയ ഒരു സ്ത്രീകളുടെ കൂട്ടായ്മയിലും സുരേഷ് ഗോപിയെ അപ്രഖ്യാപിതമായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു. അദ്ദേഹം കഠിനമായ ശ്രമം നടത്തി. വീണ്ടും അദ്ദേഹം വരുന്നു, അദ്ദേഹം കരുവന്നൂരിലേക്ക് മാർച്ച് നടത്തുമെന്ന് പറഞ്ഞു. വളരെ സന്തോഷം. പക്ഷേ പ്രധാനമന്ത്രി ചെയ്യേണ്ട വേറൊരു വസ്തുതയുണ്ട്. ഗുജറാത്തിലെ അഹമ്മദാബാദ് കേന്ദ്രമായിട്ടുള്ള 2 കോപ്പറേറ്റീവ് ബാങ്കുകൾ, ഒന്ന് അഹമ്മദാബാദ് ഫാർമേഴ്സ് കോപ്പറേറ്റീവ് ബാങ്കാണ് എനിക്ക് തോന്നുന്നത്, പേര് മാറിയിട്ടുണ്ടെങ്കിൽ സബ്ജക്ട് കറക്റ്റ്. 2 ബാങ്കിൽ, അതിലൊരു ബാങ്കിന് തലപ്പത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട അമിത്ഷായാണ്. 640 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അതിനുശേഷം ആ വാർത്ത വരെ മുക്കിക്കളഞ്ഞു. അങ്ങോട്ടൊന്ന് മാർച്ച് നടത്തണം. കൂടാതെ കോൺഗ്രസിൽ നിന്നും അഴിമതിക്ക് ലോക റെക്കോർഡിട്ട ഏതാണ്ട് 42ഓളം പേരെ വിശുദ്ധ പദവികളിലൂടെ ശുദ്ധീകരിക്കപ്പെട്ടു BJP-യിൽ അംഗത്വം നേടിയതുകൊണ്ട്. അതിൽ കുപ്രശസ്തി നേടിയൊരു 3-4 പേര് ഞാൻ പറയാം. ഒന്ന് ഹിമന്ത് ബിശ്വ ശർമ്മ, ഇപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രി. 6 തവണ ഡൽഹിയിൽ ഇയാൾ കൊടും കള്ളലാന്ന് പറഞ്ഞുകൊണ്ട് BJP പ്രകടനം നയിച്ചതാണ്. അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ BJP-യിലെത്തി മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു. ഇപ്പൊ അയാൾ പരിശുദ്ധനായി മാറിയിരിക്കുകയാണ്. അതുപോലെ അജിത് പവാർ, ശരത് പവാറിന്റെ മരുമകൻ, 50,000 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. അയാളുടെ പേരിൽ ED അന്വേഷണം നടന്നു. അയാളെ വരട്ടി. അയാള് സ്വന്തം അമ്മാവനെ പോലും വഞ്ചിച്ചുകൊണ്ട് BJP-യോടെ പോയി. അയാളുടെ പേരിലുള്ള ഒരു കേസും ഇല്ല. അയാൾ ഇപ്പൊ വിശുദ്ധനായി കഴിഞ്ഞു. മുഗൾ റോയ് നടന്ന തട്ടിപ്പിനെ കുറിച്ച് BJP-യുടെ വക്താക്കൾ ടൈംസ് എന്ന ഒരു ദേശീയ ചാനൽ ചർച്ച ഞാൻ പോലും പങ്കെടുത്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്തൊക്കെ പറഞ്ഞ് ഭാരതം കേട്ട് കഴിഞ്ഞാൽ ഉളുപ്പില്ല. അയാളിപ്പോ BJP-യിൽ വന്നു. അയാളുടെ പേരിലുള്ള കോടിക്കണക്കിനുള്ള കുംഭകോണങ്ങൾ ആവിയായി പോയി. ശരത്ചന്ദ്ര റെഡ്ഡി ആന്ധ്രയിൽ നിന്നുള്ള അരവിന്ദോ ഫാർമയുടെ മുതലാളിയാണ് ഈ പറയുന്ന ഡൽഹി നയവുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. അയാളെ 2 തവണ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പേര് പറഞ്ഞില്ല. അരവിന്ദ് കെജ്രിവാളിന്റെ ഞാൻ നേരത്തെ വിശദീകരിച്ച 3ാമത്തെ തവണ ആദ്യം 5 കോടി കൊടുത്തു. 2023 വീണ്ടും അവർ വരട്ടി. വീണ്ടും കാശ് വേണം, ഇല്ലെങ്കിൽ ജയിലിലിടുമെന്ന് പറഞ്ഞു. പേര് പറയാൻ പറഞ്ഞു. അയാളെ മാപ്പുസാക്ഷിയായി അയാള് കേജ്രിവാളിന്റെ പേര് പറഞ്ഞു. 45 കോടി കൊടുത്തു, 50 കോടി കൊടുത്തു. അയാൾ വിശുദ്ധനായി കഴിഞ്ഞു. വെറും മാപ്പുസാക്ഷിയായിട്ട് മാറിക്കഴിഞ്ഞു. ഏതെല്ലാം തട്ടിപ്പുകൾ നടത്തുന്ന ആരെല്ലാം ഉണ്ടോ BJP-ക്ക് കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ പരിശുദ്ധനാക്കുന്ന ഈ കേന്ദ്ര സർക്കാരും BJP-യുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടവും ഈ രാജ്യം കണ്ട, ഒരുപക്ഷെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പിന്റെ ആശാന്മാരെന്നുള്ളത് ഇവിടെ തെളിഞ്ഞില്ലേ? ഞാൻ 1 മിനിറ്റ് താങ്കളിലേക്ക് മടങ്ങി വരാം. താങ്കൾക്ക് കൂടുതൽ സമയം തരാം. കംപ്ലീറ്റ് ചെയ്യട്ടെ. വസ്തുതകൾ പറയുമ്പോൾ അവർക്കെല്ലാം സമയം കൊടുത്തില്ലേ? തരും, ഞാൻ മുഴുവൻ സമയം തരും. ഞാൻ അതുകൊണ്ടല്ല, എന്താന്ന് വെച്ചാൽ അതല്ല മനു, ഞാൻ കൃത്യമായ കാര്യങ്ങളിലേക്കാണ് വരുന്നത്. ഞാൻ ഒരാളല്ലേ ഉള്ളൂ. അവർക്കൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ അതല്ല. എന്താന്ന് വെച്ചാൽ ശ്രീ റെജി ലൂക്കോസ് കേൾക്കൂ 1 മിനിറ്റ്. KV അബ്ദുൽ ഖാദർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒരു 2 മിനിറ്റ് സമയം അദ്ദേഹത്തിന് കൊടുക്കുക. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ നിന്നാണ് അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ അബ്ദുൽ ഖാദർ, ഈ ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബിജുവിനെ വിളിപ്പിച്ചത് എന്ന് കരുതേണ്ടതുണ്ടോ? അതോ ഇതിന് അദ്ദേഹത്തിന് 8 മണിക്കൂർ ചോദ്യം ചെയ്യാൻ എന്തുണ്ട്? ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ഇതിനെ പ്രതിരോധിക്കാൻ CPM വിയർക്കുന്നു എന്ന ആരോപണത്തെ എങ്ങനെ കാണുന്നു? അല്ല, ഇത് വളരെ രസകരമായ ഒരു ചോദ്യമാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്ത് വളരെ സുഗമമായിട്ടുള്ള നിലയിൽ മുന്നോട്ട് പോകുന്ന സംവിധാനങ്ങളെ ആക്ഷേപിക്കുക, തകർക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഇപ്പൊ സഹകരണ മേഖല ആകെ കുഴപ്പമാണ് എന്ന് പറയുമ്പോൾ നേരത്തെ സംസാരിച്ച വ്യക്തി ചൂണ്ടിക്കാണിച്ചതുപോലെ ഗുജറാത്തിലെ കൃഷിക്കാരുടെ സംഘത്തിലുണ്ടായിട്ടുള്ള ഭീകരമായ അഴിമതി, അതേക്കുറിച്ചൊന്നും ചർച്ചയില്ല. പോട്ടെ, ഇവിടെ എന്ത് റിപ്പോർട്ട് BJP-ക്ക് താല്പര്യമുള്ള ആളുകളെ ED വിളിപ്പിച്ചാലും പിന്നീട് അവരെ കുറ്റവിമുക്തരാക്കുന്നു. അവർക്കെതിരായിട്ട് യാതൊരു ആരോപണവുമില്ല. ഇവിടെ ഇപ്പൊ PK ബിജുവിനെ വിളിപ്പിച്ചിട്ട് എന്താ ചെയ്തത്? രാവിലെ അദ്ദേഹത്തെ വിളിപ്പിച്ചു, 5 മണി വരെ ഇരുത്തി, 5 മണിക്ക് ചില ചോദ്യങ്ങൾ ചോദിച്ചു, പിന്നീട് പറഞ്ഞയച്ചു. ഇത് തെരഞ്ഞെടുപ്പ് രംഗത്ത് LDF-നുള്ള മേൽക്കൈ തകർക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ്. ഇപ്പൊ തൃശൂർ ജില്ലയിൽ, തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ LDF-ന് അനുകൂലമായ വലിയൊരു തരംഗം നിലനിൽക്കുകയാണ്. പ്രധാനമന്ത്രി 2 വട്ടം പോയിട്ടും ക്ലച്ച് പിടിച്ചില്ല എന്നറിയുന്നത് കൊണ്ടാണ് 3ാം വട്ടം വരുന്നത്. ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും പ്രവർത്തിക്കുന്ന, എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ കഴിയും, ഇവിടെ സുരേഷ് ഗോപി ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പോകുന്നില്ല. ഉറച്ച കാര്യം, ഒരു സംശയവും വേണ്ട. പ്രധാനമന്ത്രി ഇനിയും 4 തവണ വന്നാലും ഇവിടെ ജയിക്കാൻ പോകുന്നില്ല. കാരണം ജനങ്ങൾ നേരിട്ട് അറിയുന്ന കാര്യമാണെന്നേ. എന്തൊക്കെ മാധ്യമ പ്രചാരവേലകൾ നടന്നാലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. കരുവന്നൂരിന്റെ പേരിൽ നടത്തുന്ന ഈ ഗിമ്മിക്കുകൾ കൊണ്ട് BJP ഇവിടെ രക്ഷപ്പെടാൻ പോകുന്നില്ല.
കാരണം ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ വളരെ കൃത്യമായിട്ട് അവർക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വെച്ചാലൊന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ CPIM-ന്റെ തൃശൂർ ജില്ലയിലെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. എന്തൊരു മര്യാദഘട്ട നടപടിയാണ്. കേന്ദ്ര അധികാരമുണ്ട് എന്ന് കരുതി ഇവിടത്തെ പാർട്ടികളുടെ ജനാധിപത്യപരമായ പ്രവർത്തനത്തെ തടയുന്നത് എന്തുമാത്രം പ്രതിഷേധാർഹമാണ്. അവിടെ ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം, തൃശൂർ ജില്ലയിലെ കോൺഗ്രസ്സുകാര് ആഹ്ലാദഭരിതരായി കൈയടിക്കുകയാണ്. പാവങ്ങൾക്കറിയില്ല ഇത് കേന്ദ്ര ഗവൺമെന്റ് തങ്ങളുടെ പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് നടത്തുന്ന കാര്യങ്ങളൊന്നും അറിയാത്ത പോലെയാണ്. അവർ കൈയടിക്കുകയാണ്. അനിൽ അക്കര എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, കോൺഗ്രസിന്റെ നേതാവാണ്, AICC മെമ്പർ അത്രേ. അയാൾ കേന്ദ്ര ഏജൻസിയുടെ ഏജന്റായിട്ട് നടക്കുകയാണ്. മനസ്സിലായോ? DCC പ്രസിഡന്റ് ഇത് അനുകൂലമായി പ്രസ്താവന നടത്തുകയാണ്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളെ ദേശീയ തലത്തിലും കേന്ദ്രതലത്തിലും BJPക്കെതിരായിട്ട് നടത്തുന്ന, കോൺഗ്രസിനെതിരായിട്ട് നടത്തുന്ന വേട്ടയാടലുകൾ ഈ സംസ്ഥാനത്തെ ഇടതുപക്ഷത്തിനെതിരായിട്ട് നടത്തുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ എല്ലാം, അത് ഇൻകം ടാക്സ് ആവട്ടെ, ED ആവട്ടെ, CBI ആവട്ടെ, മറ്റ് ഏജൻസികളെയെല്ലാം ഇത്ര നഗ്നമായി രാഷ്ട്രീയ പക്ഷപാതത്തിന് വേണ്ടി ദുരുപയോഗിക്കുന്ന ഒരു കാലം മുമ്പുണ്ടായിട്ടുണ്ടോ? ഞാൻ ഓർക്കുന്നു, അടിയന്തരാവസ്ഥയുടെ അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ ഏജൻസികൾ ഇത്ര പ്രതിപക്ഷങ്ങൾ വേട്ടയാടിയോ? യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥയിൽ വേട്ടയാടൽ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒട്ടേറെ കരിനിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ 77 തെരഞ്ഞെടുപ്പിൽ പോലും നാം കാണാത്ത കാര്യങ്ങളാണ് ഇവിടെ കേന്ദ്ര അധികാരം ഉപയോഗിച്ചുകൊണ്ട് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായിട്ട് പ്രതിഷേധിക്കുക, ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. ഒരു വിയർക്കലും ഞങ്ങളെ സംബന്ധിച്ചില്ല. തീർച്ചയായും കൂടുതൽ ജാഗ്രതയോടെ ശക്തമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. യെസ്, വ്യക്തമാണ്. ശ്രീ ഉല്ലാസ് ബാബു, അതാണ് വലിയൊരു ആരോപണം. ഈ അടിയന്തരാവസ്ഥ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന നീക്കം ED പലയിടത്തും നടത്തുന്നു. അങ്ങനെ നടത്തുന്നതിൻ്റെ ഭാഗമായി രാജ്യവ്യാപകമായി റെയ്ഡുകൾ നടക്കുന്നു. കരുവന്നൂരിൽ ഒരു സാമ്പത്തിക ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് അത് അവിടെയുള്ള ആളുകളോ അല്ലെങ്കിൽ ആ ബാങ്കുമായി ബന്ധപ്പെട്ട ആളുകളോ ഒക്കെ നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ അത് പിടികൂടുന്നു. സർക്കാർ അതിന് വേണ്ട ബാക്കി നടപടികൾ ചെയ്തു കൊടുക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇതിനെ ഒരു വലിയ രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ മാത്രം ഒന്നുമില്ല. അത് വെച്ച് മറയാക്കി വേട്ടയാടൽ നടത്തുന്നു എന്നതാണ് ആരോപണം. അത് CPM എന്ന് പറയപ്പെടുന്ന ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഏറ്റവും നാണം കെട്ട ഒരു ആരോപണവും ഡിഫൻസും അല്ലേ അത്? നിങ്ങൾ നോക്കൂ, മനു നേരത്തെ പറഞ്ഞത് എന്താ? ഒരു ചെറിയ പ്രശ്നം അവിടെ നടന്നിട്ടുണ്ട്. ആ നടന്ന പ്രശ്നം രാഷ്ട്രീയമായിട്ട് BJP എടുക്കുകയാണ്. മനു, രാഷ്ട്രീയമായിട്ട് കൃത്യമായിട്ട് തന്നെ BJP സമരമുഖത്തുണ്ട്. അവിടെ മരിച്ചുപോയൊരമ്മ എന്തടിസ്ഥാനത്തിലാണെന്നറിയുമ്പോൾ, അവരുടെ ലക്ഷക്കണക്കിന് ഉറുപ്പിക അവർ കഷ്ടപ്പെട്ട് പണിയെടുത്ത പൈസ മുഴുവൻ ഈ അക്കൗണ്ടിലാണ്. അവർക്ക് മരുന്ന് മേടിക്കാൻ പോലും പൈസ കൊടുത്തില്ല. അവർ മരിച്ചുപോയി. ഈ ഏത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഏത് ശൈലിയുടെ അടിസ്ഥാനത്തിലാണ് മനു നേരത്തെ പറഞ്ഞത്? അത് ഒരു CPM എടുക്കുന്ന തീരുമാനം എന്ന് പറയപ്പെടുന്നത് അവിടെ സംഭവിച്ചു പോയി. സർക്കാർ വേണ്ട പോലെ നടപടിയെടുക്കുന്നുണ്ട്. സർക്കാരിൻ്റെ നടപടിയല്ല വേണ്ടെന്ന്, അവിടെ കാശ് കൊണ്ടുവന്ന് ഇട്ട ആളുകളുടെ കാശുകൾ പരിപൂർണമായി തിരിച്ചു കൊടുക്കണം. നമ്പർ 2, എന്തിനാണ് ഈ കള്ളന്മാരെ സംരക്ഷിക്കേണ്ട ബാധ്യത കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്താണുള്ളത്? ആ ആളുകളുടെ സ്വത്ത് കണ്ടെത്തുന്ന തരികട പോലെ നിങ്ങൾ മനസ്സിലാക്കിയോടെ. തലേദിവസം വിളിച്ചു പറഞ്ഞ എല്ലാ സാധനങ്ങളും മാറ്റിക്കൊള്ളാൻ പറഞ്ഞ് പിറ്റേ ദിവസം വെറുതെ 2 തീപ്പെട്ടി മേടിക്കാനുള്ള കാശിന്റെ കാര്യങ്ങൾ കൊണ്ടുപോയ ചരിത്രമൊക്കെ ഇവിടെ ഉണ്ട്. കരുവന്നൂർ എന്ന് പറയപ്പെടുന്നത് വലിയൊരു സ്കാമിന്റെ ഒരു എന്താ പറയുക, വലിയ ഒരു തട്ടിപ്പിന്റെ കേന്ദ്രമായിരുന്നു. അങ്ങനെ നിരവധി തട്ടിപ്പുകൾ ഇവർ നടത്തിയിട്ടുണ്ട്. ഇവർക്കത് ചെറുതായിട്ട് തോന്നുന്നുണ്ടാവും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവർക്ക് ജനങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല, അവരുടെ പൈസ പോയാലും കുഴപ്പമില്ല, അവരെങ്ങനെയൊക്കെ നശിച്ചാലും കുഴപ്പമില്ല, അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ വിജയം മതി. ഇവരുടെ പാർട്ടിയുടെ നേതാക്കന്മാരല്ല അവിടെ ഭരിച്ചത്. ഇവരുടെ പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന CPIയുടെ ആളുകൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല, ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു, ചതിക്കുകയായിരുന്നു. ജനങ്ങളെ കൃത്യമായിട്ട് അവർ പറ്റിച്ചു, ജനങ്ങളെ കൃത്യമായി അവർ ചതിച്ചു, ജനങ്ങളെ കൃത്യമായി അവർ പറഞ്ഞ് വഴിമാറ്റി വിട്ടു. എന്നിട്ട് അവർ ഒരു ഉളുപ്പുമില്ലാതെ അതാണ് ശരിയെന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കും? ഞാൻ ചോദിച്ചിട്ട്, കരുവന്നൂർ കള്ളത്തരവും തട്ടിപ്പ് നടന്നിട്ടില്ലേ? നമ്പർ 1. നമ്പർ കോടിക്കണക്കിന് ഈ തട്ടിപ്പ് നടത്തിയതിന്റെ പിന്നിലുള്ള ആളുകളെ CPM അറിഞ്ഞിട്ടും എന്തിനു സംരക്ഷിച്ചു? നമ്പർ 3, ഇവർ പറഞ്ഞിട്ട് കൃത്യമായിട്ട് കേരള പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ അവരെ അറസ്റ്റ് ചെയ്യാതെ അവർക്ക് സകലവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തത് ഏത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? ഈ മരിച്ചവരടക്കമുള്ള അവരുടെ പൈസ കൊടുക്കാതിരുന്നതിന്റെ രാഷ്ട്രീയം എന്തായിരുന്നു? ഇതൊക്കെ CPM പറയണ്ടേ? 3, ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നു. CPM ഭരിക്കുന്ന നാട്ടിൽ CPMന്റെ ആളുകൾ ചെയ്ത കള്ളത്തരവും തട്ടിപ്പും പരിഹരിക്കാൻ ഞങ്ങൾ സർക്കാർ നടപടി, അതല്ല ആവശ്യം.
എന്തിനവരുടെ പൈസ എടുത്തോ പൈസ എടുത്തവരെ കൃത്യമായി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അവരെ CPM സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അടക്കം നിയമ നടപടിക്ക് മുന്നേ കൊണ്ടുവന്ന് ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് സർക്കാർ ഇമ്മീഡിയറ്റ് ഇടപെട്ടുകൊണ്ട് അവിടെ നിക്ഷേപിച്ച ആളുകളുടെ പൈസ പരിപൂർണമായി തിരിച്ചു കൊടുക്കാൻ ഇവർ തയ്യാറുണ്ടോ? അതിനെന്താ റെജി ലൂക്കോസ് മറുപടി പറയുന്നത്? കുറെ ആളുകൾ BJP-യിലേക്ക് വന്നു. ഇന്ത്യ അവിടെ ഒരു ED-യുടെ അന്വേഷണവും ഉണ്ടായില്ല എന്നൊരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അപ്പം ഇത് സ്വാഭാവികമായും CPM-നെ ലക്ഷ്യം വെച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. മനു, റെജി ലൂക്കോസിനെ അങ്ങനെ ചോദിക്കാൻ പറ്റൂ. കാരണം ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തുക എന്ന് പറയപ്പെടുന്ന പ്രവൃത്തിയാണ് കരുവന്നൂർ വിഷയത്തിൽ ഇവരെടുക്കുന്നത്. മറ്റേ CPM-ന്റെ പ്രതിനിധി അബ്ദുൽ ഖാദർ എന്താ പറഞ്ഞേ? നരേന്ദ്രമോദി ഗുരുവായൂരിൽ വന്നു, തൃശ്ശൂരിൽ വന്നു, റെജി ലൂക്കോസ് പറഞ്ഞു 2 തവണ വന്നു. റെജി ലൂക്കോസിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അബ്ദുൽ ഖാദറിന്റെ ഒക്കെ തിട്ടൂരമാണോ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് അവനവന്റെ പാർട്ടിയുടെ പ്രചരണാർത്ഥം ഈ കേരളത്തിൽ വന്ന് പ്രചരണം നടത്താൻ? നിങ്ങൾ ആരാണെന്ന് ചോദിക്കാൻ, നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ടോ ചോദിക്കാൻ? സകല ആളുകളെയും കട്ടുമുടിച്ച് തട്ടിപ്പ് നടത്തി രാഷ്ട്രീയത്തിനകത്ത് സൂത്രപ്പണിയെ കൊണ്ട് നടന്നിട്ട് അതിനെതിരെ ആളുകൾ സംസാരിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി പ്രചരണാർത്ഥം ഇവിടെ വന്നതിനെ കുറിച്ച് നിങ്ങൾ എന്തിനു സംസാരിക്കണം? നിങ്ങളുടെ ആരുടെ സമ്മതം വേണം ഞങ്ങൾക്ക് ഇവിടെ വരാൻ? 2, പ്രധാനമന്ത്രി ചിലപ്പോൾ കരുവന്നൂർ വരും, ചിലപ്പോൾ ഇരിഞ്ഞാലക്കുട വരും, ചിലപ്പോൾ തൃശ്ശൂരിനകത്ത് വരും, വീണ്ടും ഗുരുവായൂർ വരും, ചിലപ്പോൾ കുന്നംകുളത്ത് വരും. ഇവരാരാന്ന് അന്വേഷിക്കാൻ? ഇവർക്ക് ഭയമുണ്ടെങ്കിൽ അത് പറയണം. പിന്നെ തൃശ്ശൂർക്കാർ ഉറപ്പ് പറയുന്നു സുരേഷ് ഗോപി ജയിക്കില്ല അത്രേ. അബ്ദുൽ ഖാദറാണ് തൃശ്ശൂർ ജനങ്ങളെ കാര്യങ്ങൾ തീരുമാനിക്കാൻ. അബ്ദുൽ ഖാദറുടെ ഭയം ആ വാക്കുകൾ കൃത്യമായിട്ടുണ്ട്. തോറ്റ് തുന്നമ്പാടി 3-ാം സ്ഥാനത്തേക്ക് ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടന പോകുമെന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് അബ്ദുൽ ഖാദറിന്റെ വാക്കുകളിലുള്ളത്. 2, റെജി ലൂക്കോസിന്റെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചോട്ടെ. നിങ്ങൾ കുറെ ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞില്ല റെജി ലൂക്കോസെ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ പറഞ്ഞ അവരൊക്കെ BJP-യിലേക്ക് വന്നു. നിങ്ങളെ ഇന്ത്യ മഹാരാജ്യത്ത് മൊത്തം കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഉദാഹരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സാധിക്കില്ല, കാരണം നിങ്ങൾ അവിടെ ഒന്നും ഇല്ലാലോ. ഈ കേരളത്തിലേക്ക് വന്നാൽ KM മാണിയെ കോഴമാണി എന്ന് വിളിച്ച് കള്ളത്തരം പറഞ്ഞ് നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനം എന്തായിരുന്നു? കള്ളൻ എന്ന് വിളിച്ചിട്ട്. ഇന്ന് KM മാണിയുടെ മകനെ നിങ്ങൾ എടുത്തില്ലേ? അയാളുടെ പാർട്ടിയുടെ റോഷി അഗസ്റ്റിൻ നിങ്ങളുടെ മന്ത്രിയല്ലേ? KB ഗണേഷ് കുമാർ നിങ്ങളുടെ മന്ത്രിയല്ലേ? എന്തെല്ലാം ഈ റെജി ലൂക്കാസ് അടക്കം എന്തെല്ലാം ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അവരെ കുറിച്ച്? അദ്ദേഹത്തിന്റെ അച്ഛൻ ബാലകൃഷ്ണപിള്ള ജയിലിൽ കിടന്ന സമയത്ത് നിങ്ങളുടെ VS അച്യുതാനന്ദൻ സംസാരിച്ചത് എന്താ? ആ കള്ളത്തരത്തിനെ കുറിച്ചും ആ തട്ടിപ്പിനെ കുറിച്ച്, അഴിമതിയെ കുറിച്ചും. ഇപ്പൊ നിങ്ങളുടെ പാർട്ടിയിൽ വന്നപ്പോൾ എല്ലാം മാറിയോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അവർക്കെതിരെ പറഞ്ഞ ആരോപണങ്ങളൊക്കെ മാറിയോ? ഇപ്പൊ നിങ്ങളുടെ മന്ത്രിയായല്ലേ? 3, തിരുത തോമ നിങ്ങൾ മറന്നോ? കൊച്ചിക്കായലിൽ തിരുത കളിക്കുമ്പോൾ തോമയ്ക്ക് ആഘോഷമാണ് എന്ന് പ്രസംഗിച്ച കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ആ KB തോമസ് ഇന്ന് നിങ്ങളുടെ ആരാ? അപ്പൊ നിങ്ങൾക്ക് എല്ലാ മാറ്റം ഉണ്ടായോ? മീൻ കഷ്ണം കൊടുത്ത് സ്ഥാനം വാങ്ങിച്ചവരെന്ന് കളിയാക്കി പറഞ്ഞ് നിങ്ങൾ രാഷ്ട്രീയ അഴിമതികൾ അടക്കം ആരോപിച്ച വ്യക്തി ഇപ്പൊ നിങ്ങളുടെ പാളയത്തിലാര? മുസ്ലിം ലീഗിനോടുള്ള നിങ്ങളുടെ സമീപനം എന്താ? KT ജലീൽ നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ വന്നതിന്റെ തൊട്ടു മുമ്പ് നിങ്ങളുടെ സമീപനം എന്തായിരുന്നു? അപ്പൊ രാഷ്ട്രീയത്തിൽ, രാഷ്ട്രീയ ശൈലികളിൽ നിങ്ങൾക്ക് എന്തുമാകാം. മറ്റുള്ളവർ ചെയ്താൽ എന്റെ റെജി ലൂക്കോസ് ഗുജറാത്തിലേക്കും അഹമ്മദാബാദിലേക്കും എല്ലാം നോക്കണ്ടേ? തൃശൂർ ജില്ലയിൽ കരുവന്നൂരിൽ കോടിക്കണക്കിന് ഉറുപ്പിയ പറ്റിച്ച്, തട്ടിച്ച്, വെട്ടിച്ച്, തട്ടിപ്പ് നടത്തി പാവപ്പെട്ട ആളുകളെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടു. അവരുടെ അന്നവും പ്രശ്നവും ഉണ്ട്. അവരുടെ വിയർപ്പിന്റെ പണം അവിടെ കെടുക്കുന്നുണ്ട്. ഞാൻ ഒരുപക്ഷെ റെജി ലൂക്കോസ് അതിനൊരു മറുപടി ഉണ്ടാകണം. ശ്രീ റെജി ലൂക്കോസ്, ഭയമാണ് നിങ്ങൾക്കുള്ളത്. സുരേഷ് ഗോപി അവിടെ മുന്നേറുന്നു. അതിനെക്കുറിച്ച് ED അന്വേഷിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ഇൻകം ടാക്സ് അന്വേഷിക്കുമ്പോൾ, കൃത്യമായി അന്വേഷണം നടന്നു പോകുമ്പോൾ അത് BJP ആണ് എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയാതെ കാര്യങ്ങൾ കൃത്യമായി കൊണ്ടുകൊടുത്ത് അന്വേഷണത്തെ ക്രിയാത്മകമായി നേരിടാനുള്ള ധൈര്യം കാണിക്കേ. അതിൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും. തെറ്റ് നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അപ്പോ ആ അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ നിങ്ങൾക്ക് പറയാമല്ലോ. നിങ്ങൾ BJP-യുടെ നെഞ്ചത്തൊക്കെ എന്തിനാടണേ? നിങ്ങൾ എന്തിനാ BJP-യുടെ മുമ്പിൽ കിടന്ന് കുറയുന്നത്? ഉല്ലാസ്, ഞാൻ മടങ്ങി വരാം. ശ്രീ റെജി ലൂക്കോസ്, നിങ്ങൾക്ക് ഭയമുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ കരുവന്നൂർ വിഷയം അവിടെ ഉയർത്തിക്കാണിക്കുമ്പോൾ അത് ഒരു തടയാകുമെന്ന്? സുരേഷ് ഗോപിയുടെ ഒരുപക്ഷെ സുരേഷ് ഗോപിക്കുള്ള ജനപിന്തുണ വർദ്ധിക്കുന്നു എന്ന ഒരാശങ്ക CPM-ന് ഉണ്ടോ ഏതെങ്കിലും തരത്തിൽ? അതൊക്കെ ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടോ? അല്ല, കേരളത്തില് ആകപ്പാടെ 18-19 കോപ്പറേറ്റീവ് ബാങ്കുകളേ ഉള്ളൂ. എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ BJP ഭരിക്കുന്നുള്ളൂ. അതിൽ 12-ൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്, കോടികൾ വെട്ടിയിട്ടുണ്ട്. ഓരോ ദിവസമാണ് ഞാൻ ഇവിടെ വിളിച്ചു പറയാം. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനു മുമ്പുള്ള ചർച്ചയോട് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എവിടെ വരണമെന്ന് തീരുമാനിക്കാനായിട്ട് ആരാണ് ഈ കോൺഗ്രസിന് CPM-ന് അവകാശം കൊടുത്തതെന്ന് ഉല്ലാസ് പറഞ്ഞു. ഉല്ലാസിന്റെ ഒരു ഗതികളുണ്ടാകാൻ പറഞ്ഞത്, ഉല്ലാസെ ഇന്ത്യയിൽ ജയിക്കുകയെന്ന് ഉറപ്പുള്ള 3-ാം സ്ഥാനം ഉറപ്പിച്ച ഒരു മണ്ഡലത്തിൽ ഒരു പ്രധാനമന്ത്രി 543 മണ്ഡലങ്ങളുള്ള ഒരു പ്രധാനമന്ത്രി കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ മാത്രമല്ല ലൊക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രധാനമന്ത്രിക്ക് തന്നെ ബോധ്യമുണ്ട് താൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്ഥാനാർത്ഥി പരാജയപ്പെട്ട് തകർന്നടിഞ്ഞു പോകുന്നുള്ളവരും. അല്ലെ അദ്ദേഹം വരും, അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹം എവിടെയെല്ലാം പോകണം? വേണ്ട, അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം മണിപ്പൂരിലൊന്നും പോയായിരുന്നല്ലോ.
ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ടവരെ വേട്ടയാടി 640 പള്ളികളും കത്തിച്ച് 100 കണക്കിനവരെ കൊന്ന് നിരവധി സ്ത്രീകളെ പരസ്യമായിട്ട് ബലാത്സംഗം ചെയ്ത് നിങ്ങൾ എന്തിനാ നരേന്ദ്രമോദിയുടെ എവിടെ പോകണമെന്ന് തീരുമാനിക്കുന്നു? ഉല്ലാസം ഞാൻ പറഞ്ഞ പൂർത്തിരിക്കട്ടെ. ഉല്ലാസ ഒന്നും പോകാമായിരുന്നല്ലോ. തൃശ്ശൂർ മാത്രം മതി ക്യാമ്പ്. ഇനി ഉല്ലാസ് നേരത്തെ ഒരു കാര്യം പറഞ്ഞു, BJP-യിലേക്ക് വന്നതിനെ കുറിച്ച് പറഞ്ഞു നിങ്ങളുടെ പാർട്ടിയിലേക്ക് ആള് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അവശേഷിക്കുന്ന ഒരു പഞ്ചായത്ത് തന്നെ പിന്നെ ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങളുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചെയ്ത് ആറ്റിങ്ങലെടുത്തൊരു പഞ്ചായത്തിൽ നിന്ന് ഞങ്ങളുടെ കൂടെ വന്നു. ഞങ്ങളുടെ കൂടെ വരുന്നവരാരും കട്ടുമുടിച്ചിട്ട് കൊള്ളയടിച്ചിട്ട് വരുന്നവരല്ല. KV തോമസ് ഒന്നും ഒരു സ്ഥലത്തൊന്നും തട്ടിപ്പ് നടത്തിയിട്ട് ഇന്നുവരെ നിങ്ങളുടെ ആൾക്കാരൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളവർ വരും, നിരവധി പേര് വരും. 250ഓളം BJP പ്രവർത്തകർ ആറ്റിങ്ങലിൽ ക്ഷമിക്കണം നെയ്യാറ്റിങ്ങലിൽ പരസ്യമായ പേരിൽ ഞങ്ങളോടൊപ്പം വന്നത്. നിങ്ങളുടെ അടിവേരിളകിയിരിക്കുക. നിങ്ങളറിയോ, ഉല്ലാസിന്റെ അറിവിലേക്ക് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ ഏറ്റവും വലിയ കുത്തകപ്പാട്ടം വ്യവസ്ഥയുള്ള ഒരു സംസ്ഥാനമുണ്ട്, മുഴുവൻ സീറ്റും കിട്ടുന്ന ഗുജറാത്തിൽ. ഇന്ന് ഗുജറാത്തിൽ വേർക്കുക. അവിടുത്തെ രജപുത്ര സമൂഹത്തിനെ നിങ്ങളുടെ അവിടുത്തെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്ഷേപിച്ചതിന്റെ പേരിൽ ഗുജറാത്തിൽ വൻ ലഹള തന്നെ നടന്നുകൊണ്ടിരിക്കുക BJP പ്രവർത്തകരുടെ. അത് UP-യിലേക്ക് പടർന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി 2024 തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കഴിഞ്ഞാൽ EVM സത്യസന്ധമായിട്ട് വോട്ടുകൾ രേഖപ്പെടുത്തിയാൽ പരാജയപ്പെടുന്നുള്ള ഉറപ്പായി കഴിഞ്ഞു. 400 സീറ്റെന്ന് സ്വപ്നത്തിലേക്ക് കടക്കുന്ന പ്രധാനമന്ത്രി കഴിഞ്ഞ 14-15 ദിവസമായിട്ട് വിളറിക്കൊണ്ടിരിക്കുക. ഉത്തരേന്ത്യ പോലും കൈവിടുന്നു. അവിടെ ഇന്ത്യ മഹാസഖ്യം തൂത്തുവരുന്ന അവസരം വന്നിരിക്കുന്നു. നിങ്ങളുടെ ബീഹാറിൽ ഒറ്റുകാരനായ നിതീഷ് കുമാറിനെ നിങ്ങൾ കൂട്ടിയില്ലേ 11ാം തവണയും? നിതീഷ് കുമാർ ഒറ്റ MP-മാരെ പോലും ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതാണ് ഇപ്പൊ അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ജനമെതിരായിരിക്കുന്നു. മധ്യപ്രദേശ് പോലെ സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഇങ്ങോട്ട് നോക്കുകയാണ്. ദക്ഷിണേന്ത്യയിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യയിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നത്. കിട്ടത്തില്ല ഉല്ലാസേ. സത്യസന്ധമായ ഒരു തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് നടന്നാൽ ഇവിടെ BJP ഒരു 200 സീറ്റിന് മുകളിലേക്ക് പോയിരുന്നുള്ളവരും ഏറ്റവും ഒടുവില് നിങ്ങൾക്ക് തന്നെ കുഴലൂത്തുന്ന പിന്നെ ഇന്ത്യ ടുഡേ അടക്കമുള്ള, അതായത് എങ്ങനെയാലും 350 സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സകല പ്രയത്നം നടത്തുന്ന അത്തരം മാധ്യമങ്ങൾ പോലും ഇപ്പോൾ പറയുന്നു പിന്നെ ഭൂരിപക്ഷത്തിലേക്ക് കടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ളവരും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, അവിടെ നിങ്ങൾക്ക് മറുപടി പറയേണ്ട പല കാര്യങ്ങളുണ്ട്. കോടാനുകോടികൾ തട്ടിച്ച 100 കണക്കിന് പേരെ നിങ്ങളുടെ പാർട്ടിയിൽ കൊണ്ടുവന്നിട്ട് അവരുടെ എല്ലാം കേസുകൾ ആവിയാക്കി കളഞ്ഞു. തട്ടിപ്പുകാർ കാശ് കൊടുത്താൽ, നിങ്ങളുടെ പോക്കറ്റ് വീർപ്പിച്ചാൽ അവർ നീതിമാന്മാരാകുന്ന ഒരു അത്ഭുത വിദ്യയാണ് നിങ്ങളുടെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ടിലൂടെ നിങ്ങൾ സമ്പാദിച്ച 6400 കോടി രൂപ, അത് ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ അഴിമതി. അത് കള്ളന്മാരുടെയും തട്ടിപ്പുകാരുടെ മുമ്പിൽ ഗുണ്ടാപ്പടകളെ പോലെ ED ഇറക്കി വിട്ട് വിരട്ടി പൈസ മേടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. നിങ്ങളുടെ പ്രധാനമന്ത്രി 2014 അധികാരം ഏൽക്കുമ്പോൾ എന്താ പറഞ്ഞേ? കള്ളപ്പണക്കാർക്കും അഴിമതിക്കാർക്കും എതിരെയായിരിക്കും ഞാൻ ഭരിക്കുന്നതെന്നും. പക്ഷെ 10 വർഷമായിട്ട് കള്ളപ്പണക്കാരെ പണം ഭീഷണിപ്പെടുത്തി പോക്കറ്റിലാക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആയില്ല നിങ്ങള്. അഴിമതി കാണിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ഒരു കാര്യം ഇദ്ദേഹം ചോദിച്ചതിൽ ഒരു വ്യക്തത ഇല്ലേ? ഈ ഇത്രയും വലിയ തട്ടിപ്പ് അവിടെ ഒരു പാർട്ടി നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ നടക്കുമ്പോൾ അതിൽ നേതാക്കൾക്കൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നു. ഈ അന്വേഷണ റിപ്പോർട്ട് മറച്ചു വെക്കുന്നു. അപ്പൊ ഇതൊക്കെ ഒരു സംശയത്തിന് വഴി നൽകില്ലേ? അല്ല മനു, വളരെ വ്യക്തമായിട്ട് ഈ കേസ് പുറത്തു വന്നു കഴിഞ്ഞ 2 വർഷമായിട്ട് CPM അവിടെ നടന്നിട്ടുണ്ടെന്നും അവിടെ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് അപാകത ഉണ്ടെങ്കിൽ അത് കേസ് അന്വേഷിക്കട്ടെ, ED അല്ല ആരെങ്കിലും അന്വേഷിച്ചിട്ട് അത് നീതിപരമായിട്ടുള്ള നടപടി സ്വീകരിക്കട്ടെ എന്ന് പറയുന്നു. ഇതുവരെ അതിലൊന്നും ഒളിച്ചോടിയിട്ടില്ല. അവരുടെ ഏതാണ്ട് പകുതി കൂടുതൽ പൈസ തിരിച്ചു കൊടുത്തു. കൃത്യമായി ഇതിൽ ഓൺ ചെയ്തു. എന്നാൽ BJP-യുടെയും കോൺഗ്രസിന്റെയും സഹകരണ ബാങ്കിന്റെ തട്ടിപ്പുകളെ കുറിച്ച് ഇവരാരും അംഗീകരിക്കുമോ? വളരെ സ്വാധീനായിട്ടുള്ള ശ്രീകുമാർ സാർ ഇതുവരെ അംഗീകരിച്ചോ? ശ്രീകുമാർ സാറിന്റെ പാർട്ടി കേരളം വിട്ടു കഴിഞ്ഞാൽ ED-ക്കെതിരും, കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ED-ക്ക് അനുകൂലവും. അത് എന്തൊരു വിചിത്രമാ. ബഹുമാനപ്പെട്ട സോണിയാഗാന്ധി 2017 ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു ലേഖനം എഴുതി. ബഹുമാനപ്പെട്ട സോണിയാഗാന്ധി അന്ന് ആ ലേഖനത്തിൽ പറഞ്ഞ എന്താ? ആ ലേഖനത്തിൽ പറഞ്ഞത് കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ED-യെയും കേന്ദ്ര ഏജൻസികളെയും ധരിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്ത് വേട്ടയാടുന്നത് പറഞ്ഞു. അത് ഇന്ത്യൻ എക്സ്പ്രസിൽ അവർ 2021 വീണ്ടും ആവർത്തിച്ചു. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല അന്ന് എന്താ പറഞ്ഞത്? കേരളം കേട്ട് ഞെട്ടിപ്പോയില്ല, മൂക്കത്ത് വിരൽ വെച്ച് പോയില്ല. എന്താ പറഞ്ഞത്? നിങ്ങൾ ഡൽഹിയിലെ കാര്യം നോക്കിയോ, ഞങ്ങൾ കേരളത്തിലെ കാര്യം നോക്കിക്കോളാമെന്ന് അതേ പാർട്ടിയുടെ ആളോട് വെച്ച് പറഞ്ഞതാ. അപ്പൊ ഇത്രയ്ക്ക് ഉളുപ്പില്ലാത്ത കോൺഗ്രസ് നേതാക്കന്മാർക്ക് എങ്ങനെയാണ് ED-യെ പിന്തുണയ്ക്കാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് പുൽപ്പള്ളി ബാങ്കിലെ തട്ടിപ്പ് നടത്തിനെ കുറിച്ച് ഇവർക്ക് ന്യായീകരിക്കാൻ പറ്റുന്നത്? ഞങ്ങൾ ന്യായീകരിച്ചില്ല. ഈ PK വിജയൻ എന്ന് പറയുന്ന മുൻ MP അതുമായിട്ട് നടത്തിയ ഒരു അന്വേഷണത്തിന്റെ കമ്മീഷന്റെ ചെയർമാൻ എന്നുള്ള ഒറ്റ തെറ്റേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അദ്ദേഹത്തിന് 5 മണി വരെ പിടിച്ചിരുത്തി. ഒന്നോ രണ്ടോ ചോദ്യം ചോദിച്ച് തിരിച്ചു വിട്ടു. തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് CPM പ്രവർത്തകർ ഇതുപോലെ വേട്ടയാടി തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള ഇവരുടെ കുതന്ത്രം തൃശ്ശൂരിൽ തകർന്നു പോയിരിക്കുന്നു. 3ാം സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു സുരേഷ് ഗോപി. അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പുണ്ട്. പ്രജകളെ കാണാൻ പോകുന്ന രാജാവിനെ പോലെ മറ്റൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു
എന്താ പറയാ ഒരു സവർണ മേധാവിയുടെ ചട്ടകം അണിഞ്ഞിരിക്കുന്ന സുരേഷ് ഗോപിയെ തൃശ്ശൂരിലത്തെ ബുദ്ധിയുള്ള വിവേകമുള്ള ഉല്ലാസിന് പോലും വോട്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് സംശയമുണ്ട്. അറിയോ, മാതാവിന്റെ അവിടുത്തെ കൊണ്ട് തട്ടിപ്പ് കിരീടം വെച്ചൊരു വ്യക്തി എന്തിനാണ് ഇങ്ങനത്തെ ഗിമ്മിക്സ് കാണിക്കുന്നത്? വിശുദ്ധ വാരത്തിൽ ഓശാന തിരുനാള്, ഓശാനയിൽ ക്രിസ്ത്യൻ സമൂഹം മുഴുവൻ ആരാധിക്കുന്ന കുരുത്തോലെ കൈ പിടിച്ചുകൊണ്ട് വികൃതമായ രീതിയിൽ ആ പള്ളിയിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ വിഷ്വലൊക്കെ, അതൊന്നും ഒരു വിശ്വാസ സമൂഹത്തിന്റെ അടുത്ത് പോലും അദ്ദേഹത്തിന് ഇനി സ്ഥാനം ഉണ്ടാവും തോന്നുന്നില്ല. ഞങ്ങളാരും ആരെയും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കരുത്, ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമേ പറയത്തുള്ളൂ. അത് ഏതെല്ലാം രീതിയിലുള്ള പറയാൻ സമ്മതിക്കോ, ഇടപെടാൻ സമ്മതിക്കോ? നമ്മുടെ സമയം അവസാനിക്കാറായതുകൊണ്ട് ശ്രീ ഉല്ലാസ് പെട്ടെന്ന് നമുക്ക് തീരാറായി സമയം. വിശ്വാസ സമൂഹത്തെ കുറിച്ചൊക്കെ റെജു ലൂക്കോസ് പറഞ്ഞു തുടങ്ങിയല്ലോ അല്ലേ? ബഹുമാനപ്പെട്ട റെജു ലൂക്കോസ്, നിങ്ങൾ വിശ്വാസി സമൂഹത്തിന്റെ വലിയ വക്താക്കളാക്കി മാറി. അത് ഗുജറാത്തിലത്തെ കാര്യത്തിലായാലും കേരളത്തിലെ കാര്യത്തിലായാലും തൃശ്ശൂരിലത്തെ കാര്യത്തിലായാലും വിശ്വാസികൾക്ക് വേണ്ടി നിങ്ങൾ അങ്ങ് കഷ്ടപ്പെടുകയാണ്. സുരേഷ് ഗോപി ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നിങ്ങളെ സംബന്ധിച്ച് കരുവന്നൂർ വിഷയമല്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിക്ക് നട്ടലുണ്ടോ? കരുവന്നൂരിലെ ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സിനെയും കരുവന്നൂരിലെ ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സിനെ ഒന്ന് വിളിച്ചു നിർത്തി അവിടുത്തെ നിക്ഷേപകരെ ഒന്ന് വിളിച്ചിരുത്തി സംസാരിക്കാൻ, പ്രസംഗിക്കാൻ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ നട്ടലുണ്ടോ? ഉണ്ടോ? ഉണ്ടാവില്ല. നിങ്ങൾ എന്താ പറഞ്ഞ CPM-നെ വേട്ടയാടുകയാണെന്ന്. കരുവന്നൂരിലെ പാവപ്പെട്ട നിക്ഷേപകരെ തട്ടിപ്പ് നടത്തി വേട്ടയാടിയവർക്ക് നിങ്ങൾക്കത് പറയാൻ സാധിക്കൂ. നിങ്ങളെ വേട്ടയാടുന്നു അല്ലേ? ജനങ്ങളെ വേട്ടയാടിയത് നിങ്ങൾക്ക് കുഴപ്പമില്ല. സുരേഷ് ഗോപി ജയിക്കുമോ എന്നോ റെജി ലൂക്കസ് എഴുതി വെച്ചോ. നിങ്ങളുടെ സ്ഥാനാർത്ഥി 3-ഉം ഞങ്ങളുടെ സ്ഥാനാർത്ഥി 1-ഉം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി 2-നും 3-നും വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം മാത്രം നിങ്ങൾ നിശ്ചയിച്ചാൽ മതി. എഴുതി വെച്ചോ, ഒരു സംശയവും വേണ്ട. റെജു ലൂക്കോസിനെ പോലെയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിക്കാർ ഈ മാധ്യമങ്ങളിൽ നിന്ന് വന്ന് BJP ജയിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലെ ജനങ്ങളാണ് സർ BJP ജയിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത്. 10 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യത്ത് ഞങ്ങൾ നടത്തിയ ഭരണത്തിന്റെയും വികസനത്തിന്റെയും പേരിലാണ് ഞങ്ങളുടെ വോട്ട്. കരുവന്നൂരിൽ നിങ്ങൾ നടത്തിയ തട്ടിപ്പിനെതിരാണ് ഞങ്ങൾക്ക് വോട്ട്. നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങൾക്ക് നിക്ഷേപരെ വിളിച്ചിരുത്തി ഒന്ന് സംസാരിക്കാൻ നാട്ടിലുള്ളവരത്തിലെ കണ്ടെത്താ പാർട്ടിയിൽ. എന്നിട്ട് ഞങ്ങളോട് പറയാമോ? എന്നിട്ട് നിങ്ങളെ വേട്ടയാടുന്നു എന്ന്. നിങ്ങൾ ജനങ്ങളെ വേട്ടയാടുന്നു, പാവപ്പെട്ടവനെ വേട്ടയാടുന്നു, കർഷകനെ വേട്ടയാടുന്നു, അമ്മമാരെ വേട്ടയാടുന്നു, വിദ്യാർത്ഥികളെ വേട്ടയാടുന്നു, പൊതുസമൂഹത്തെ വേട്ടയാടുന്നു. എന്നിട്ട് നിങ്ങളെ വേട്ടയാടുന്നു എന്നോ? നിങ്ങളെ ജനം വേട്ടയാടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ 26-ാം തീയതി തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ ജനം വേട്ടയാടും. ജൂൺ 4-ാം തീയതി NDAയുടെ മുന്നണിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ചർച്ചയിലിരിക്കാം. അന്ന് റെജി ലൂക്കോസ് പറഞ്ഞാൽ മതി, ഞങ്ങളെ വേട്ടയാടി എന്ന് അന്നും പറഞ്ഞാൽ മതി. നാട്ടുകാരെ മുഴുവൻ വേട്ടയാടിയിട്ട് നിങ്ങളെ വേട്ടയാടുമെന്ന് പറഞ്ഞ് കളയുന്നു. വൃത്തികെട്ട രാഷ്ട്രീയ സമീപനമാണ് ശ്രീ റെജി ലൂക്കോസിന്. ഒരു മിനിറ്റ്, ഞാൻ നമ്മുടെ ചർച്ച അവസാനിക്കാറായി. സമയം ആയതുകൊണ്ട് ശ്രീകുമാർ ഒരു ചുരുക്ക വാക്കുകളിൽ എങ്ങനെ കാണണം ഇതിൻ്റെ ഒരു പര്യവസാനത്തെ? കോൺഗ്രസ് അവരുടെ ഈ തട്ടിപ്പുകൾ നടത്തിയ സഹകരണ ബാങ്കുകളെയൊക്കെ മറച്ചു പിടിക്കുന്നു, അല്ലെങ്കിൽ അത് ന്യായീകരിക്കുന്നു. അതേസമയം ഇവിടെ മാത്രം ഈ കാണിക്കുന്ന ഈ ഉത്സാഹം അത് എങ്ങനെ വിശദീകരിക്കാനാകും? അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ തട്ടിപ്പുണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ജനങ്ങളുടെ നിക്ഷേപം ഇത്രയധികം പിൻവലിച്ചുകൊണ്ടുള്ള ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് കരുവന്നൂർ ശ്രദ്ധേയമായത്. മറ്റേ എത്രയോ ബാങ്കുകളിൽ തട്ടിപ്പുണ്ട്, എല്ലാം നമുക്ക് ചർച്ചയാക്കാൻ പറ്റുന്നില്ലല്ലോ. കാരണം കരുവന്നൂരിലത്തെ വിഷയം വേറെ. എന്തുകൊണ്ട് കരുവന്നൂർ മാത്രം ചർച്ച ചെയ്യുന്ന വെച്ചാൽ അതിന്റെ കാരണം ഇതാണ്. ഇത്രയധികം വിഷയങ്ങളിൽ കരുവന്നൂർ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കരുവന്നൂർ വിഷയം ചർച്ച ചെയ്ത് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഒരു 2 കാര്യം മാത്രം പറഞ്ഞു നിർത്താം. ഒന്ന്, നവകേരള സദസ് നടത്തിയ മുഖ്യമന്ത്രി തൃശ്ശൂരിൽ അദ്ദേഹം വന്നു. ഈ കരുവന്നൂർ വിഷയം മാത്രം ചർച്ച ചെയ്തില്ല. അല്ലെ, അതൊക്കെ പോട്ടെ, അദ്ദേഹം എല്ലാ ജില്ലകളിലും മുഖാമുഖം നടത്തി. ഓരോ വിഭാഗം, സാംസ്കാരികം, വിദ്യാഭ്യാസം, കുടുംബശ്രീ ഒക്കെ. സഹകാരി മുഖാമുഖം നടത്തിയോ മനു? സഹകാരി മുഖാമുഖം കേരളത്തിൽ നടത്തേണ്ടതില്ല. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം സഹകരണ പ്രസ്ഥാനമാണ്. നമുക്ക് സമയം അതിക്രമിച്ചത് കൊണ്ടാണ്. ഏതായാലും വളരെ നന്ദി ശ്രീകുമാർ, ഒപ്പം തന്നെ ശ്രീ റെജി ലൂക്കോസ്, ഒപ്പം BJP നേതാവ് ശ്രീ ഉല്ലാസ് ബാബു ഈ ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുത്തതിന്. ഒപ്പം ശ്രീ KV അബ്ദുൽ ഖാദർ ടെലിഫോണിലും നമുക്കൊപ്പം ചേർന്നു. ഈ വിഷയം പ്രൈം ഡിബേറ്റ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. പ്രധാനമന്ത്രി
യുടെ വാക്കുകൾ, പണം നൽകിയാൽ അത് പണം നിക്ഷേപിച്ചവർക്ക് അത് തിരിച്ചു നൽകും എന്ന പ്രധാനമന്ത്രിയുടെ ഉറപ്പിൽ ആത്മാർത്ഥതയുണ്ടോ എന്നായിരുന്നു ചോദ്യം. അതിൽ 74% ആളുകളും ആത്മാർത്ഥതയുണ്ട് എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. 23% ആളുകൾ അവിശ്വസനീയം എന്നും 3% ആളുകൾ അതിൽ നിഷ്പക്ഷ നിലപാടും സ്വീകരിച്ചിരിക്കുന്നു. ഇന്നത്തെ പ്രൈം ഡിബേറ്റ് ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.